എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ വാസ്തവമായും നിങ്ങളെൻ്റെ ശിഷ്യന്മാരായി. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. If you hold to my teaching, you're truly my disciple. And then you will know the truth, and the truth will set you free. ഭൂലോകത്തിൽ മുഴങ്ങിയ ഏറ്റവും മനോഹരമായ ക്ഷണമാണ് ശിഷ്യത്വം. എന്താണത്? ഇങ്ങനെ കൈമുഷ്ടിയോളം മാത്രം വലിപ്പമുള്ള നമ്മുടെ ഹൃദയത്തെ ഇങ്ങനെ കടലോളം വിശാലമാക്കുവാനുള്ള ക്ഷണമാണ് ശിഷ്യത്വം. കടലോളം വിശാലമാക്കുവാൻ. കണ്ണുകളെ അടയ്ക്കാം. As we start the second day of our convention, let us once again bring ourselves to His divine presence, keeping away all our distractions and worries. Let us bring our full attention and focus inwards to what we hear, feel, and experience. Let go of your worries, whatever that is overwhelming you. Appreciate the rhythm of your breath. How your body is taking care of you, nourishing you right now. Let us silently say this to ourselves. I'm thankful for this moment, for this life. I'm thankful for the blessings I'm showered with. I'm thankful for all the unconditional love in my life, from my parents, or children, or loved ones. I'm thankful to the Lord for nourishing me, protecting me, for taking care of me as a good, loving parent. Reside in us and guide us. Amen. ക്രിസ്തു ശിഷ്യത്വത്തിലേക്കുള്ള ക്ഷണത്തിൽ അവൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ഇംബൈബ് ചെയ്യാൻ പറ്റുന്ന, സ്വായത്തമാക്കാൻ പറ്റുന്ന 8 വാല്യൂസാണ് 3 ദിവസങ്ങളായി ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതിൽ ഇന്നലെ നമ്മളിങ്ങനെ അൺകണ്ടീഷണൽ ലവ് ആൻഡ് കമ്പാഷൻ അച്ഛൻ പറഞ്ഞതുപോലെ അതാണ് നാം ധ്യാനിച്ചത്. എന്താണ് അൺകണ്ടീഷണൽ ലവ്? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കാനാണ് പഠിപ്പിച്ചത്. എന്തായിരുന്നു അവൻ്റെ സ്നേഹം? അവൻ നമ്മെ കാട്ടിത്തന്ന സ്നേഹം എന്തായിരുന്നു? അഗാപ്പെ, പ്യുവർ ലവ്. ലവ് അതിങ്ങനെ ഒന്നിനെയും പരിക്കേൽപ്പിക്കാതെ കടന്നു പോകുന്നത്. ഇറ്റ് ഡസൻറ്റ് ഹേർട്ട്. ഒന്നിനോട് ഒരു പരിഭവമില്ലാത്തതാണ് സ്നേഹം. പാതി വഴിയിൽ ഉപേക്ഷിക്കാത്തതാണ് സ്നേഹം. It doesn't leave you stranded. വഴിമാറിക്കൊടുക്കുന്നതാണ് സ്നേഹം. Giving ways a dignified way. കഠിനമായ ഓർമ്മകളെ സൂക്ഷിക്കാത്തതാണ് സ്നേഹം. It forgives you unconditionally. സ്നേഹത്തിന് മരണമില്ല. ചോദ്യം ഇതായിരുന്നു നമുക്ക് ഇന്നലെ സ്വയം ചോദിക്കാൻ ശ്രമിച്ചത്. ഇതൊക്കെയാണ് സ്നേഹമെങ്കിൽ നാം ഇന്നേ വരെ സ്നേഹമെന്ന് കരുതിയിരുന്നതൊക്കെ സ്നേഹമായിരുന്നു. സ്നേഹത്തെ ഒന്ന് പ്യൂരിഫൈ ചെയ്യാനുള്ള ഒരു കോളിംഗ് ആണ്. ഫ്രം അൺകണ്ടീഷണൽ ലവ്, ദ ഫസ്റ്റ് ട്രേറ്റ് ദാറ്റ് വി ഹാവ് മെഡിറ്റേറ്റഡ് ഓൺ. രണ്ടാമത്തത് കമ്പാഷൻ. അപരന് വേണ്ടിയുള്ള നരനായിരുന്നു അവൻ. ചലഞ്ച് ഇതാണ്, ഈ സഹജീവികളോടുള്ള നമ്മുടെ കരുതൽ അതൊരിക്കലും ഒരു ഔദാര്യമായി കരുതരുത്. നമസ്തേ പറയാൻ പഠിക്കണം. എന്തായിരുന്നു നമസ്തേ? എന്തായിരുന്നു മീനിങ്? I respect the divinity in you.
നിങ്ങളുടെ ദൈവാംശത്തെ ഞാൻ നമസ്തേ പറയുന്നു. ആദരണീയരായ വൈദികർ, ബഹുമാനപ്പെട്ട ഇടവജനങ്ങൾ, പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി നിങ്ങളോടൊപ്പം ദൈവവചനം പങ്കുവെക്കാൻ ലഭിക്കുന്ന ഈ അവസരം വലിയ ആദരവായി കരുതുന്നു. നമ്മളിന്ന് ധ്യാനിക്കാനായി ശ്രമിക്കുന്നത് another 3 traits of Christ that we can adopt in our life. അത് ഒന്ന് forgiveness. The second one is faith. നമ്മുടെ വിശ്വാസമല്ല, അവൻ്റെ വിശ്വാസം. The third one is companionship. മൈത്രി. മാപ്പ്, വിശ്വാസം, മൈത്രി. Forgiveness. ലൂക്കോസിന് സുവിശേഷം 23 അധ്യായം 34 വാക്യം. Father, forgive them, for they do not know what they are doing. പിതാവേ, ഇവർ ചെയ്യുന്നതിൻ്റെതെന്നറിയായക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. എപ്പോഴാണ് യേശു ഇത് പറയുന്നത്? ക്രൂശിൽ വെച്ചിട്ട്. ക്രൂശിൽ ആദ്യ മൊഴിയാണിത്. ഇറ്റ്സ് എ പ്രെയർ. യേശുവിൻ്റെ ഒരു കീവേഡ് കൂടിയാണിത്. ലോകത്തിന് മാപ്പുണ്ട്. യു ആർ നോട്ട് ലോസ്റ്റ് എന്ന കൃത്യമായ ഒരു ഉറപ്പാണ് ഈ വാക്യം. യു ആർ നോട്ട് ലോസ്റ്റ്. തള്ളിപ്പറയാനും ഉപേക്ഷിക്കാനുമൊക്കെ 1000 കാരണങ്ങളുണ്ടായിട്ടും ഇങ്ങനെ ചേർത്ത് നിർത്തുന്ന സ്നേഹത്തിൻ്റെ സുവിശേഷമാണ് അവൻ്റെ സ്നേഹം. 1000 കാരണങ്ങൾ, അല്ലേ? പ്രതിക്കൂട്ടിൽ നിൽക്കുന്നവരെ തനിക്കറിയില്ലെന്ന് പറയുന്നത് ചുട്ടുകരിക്കപ്പെട്ട ഭർത്താവിൻ്റെയും മക്കളുടെയും ഒക്കെ ജൈവശേഷിപ്പായ ഗ്ലാഡിസ് ഗ്രഹാം സ്റ്റെയിനാണ്. തന്നെ വെടിവെച്ച ചെറുപ്പക്കാരനെ ഇങ്ങനെ ജയിലിൽ പോയി കാണുന്ന ജോൺ പോൾ മാർപ്പാപ്പ, സിസ്റ്റർ സെൽമി പോൾ, സുധാ വർഗീസ്, ദയാഭായ്, ആദ്യ രക്തസാക്ഷി സ്തേഫാനോസ്, ഇവരെയൊക്കെ പ്രചോദിപ്പിച്ചത് മാപ്പെന്ന ക്രിസ്തുബോധമാണ്. യേശു എന്താ നമ്മളോട് പറയുന്നത്? ഇങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പും വഴിപാടായി വരുന്നതിന് മുമ്പും ക്ഷമിച്ചിട്ട് വരാനാവും നമ്മെ പഠിപ്പിക്കുന്നത്. ക്ഷമിച്ചിട്ട് വരാൻ. റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ എന്ന് പറയുന്ന വിശ്വപ്രശസ്തനായ എഴുത്തുകാരന്, അദ്ദേഹം ഇങ്ങനെ ഒരു കുറിപ്പ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയുമായി ബന്ധപ്പെട്ടൊക്കെ ഇങ്ങനെ രേഖപ്പെടുത്തുന്നുണ്ട്. ദൈവത്തിൻ്റെ പ്രാർത്ഥന, ലോർഡ്സ് പ്രെയർ, ഇങ്ങനെ മുഴുമിപ്പിക്കാൻ കഴിയാതെ പോയ ഒരു സംഭവത്തെ പറ്റിയാണ്. സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയിൽ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാനുള്ള ധാർമ്മിക ധൈര്യം എനിക്കില്ലായിരുന്നു എന്നതാണ്. ക്രിസോസ്റ്റം തിരുമേനി നമ്മളെ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്, യു ഷുഡ് നെവർ റീഡ് ബൈബിൾ. ബൈബിൾ ഇങ്ങനെ പഠിക്കാനുള്ളതാണ്. അതുപോലെ നമ്മളിങ്ങനെ ഇത്രയും പറഞ്ഞ് പ്രാർത്ഥിച്ച് ഒരു ഓട്ടോ പൈലറ്റ് മോഡിലേക്ക് പോയിട്ടുള്ള സംഭവമാണ് ഈ ലോർഡ്സ് പ്രെയർ. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ടൈം ചെയ്ത് നോക്കിയോ. ഏതെങ്കിലും ഒരു ആരാധനയുടെ ഇടയിൽ നമ്മൾ ആകപ്പാടെ എടുക്കുന്ന ഈ ലോർഡ്സ് പ്രെയറിന് എടുക്കുന്ന 22 സെക്കൻഡുകളാണ് മാക്സിമം. 7 പെറ്റീഷനുകളാണ് നമ്മളിങ്ങനെ പറഞ്ഞു വെക്കുന്നത്. 7 പെറ്റീഷൻസ്. നമ്മുടെ ഇൻറ്റർസെസറി പ്രെയറൊക്കെ ആക്ച്വലി സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയാവേണ്ടത്. അതാണ് നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഷുഡ് ഹാവ് എ പോസ് ദെയർ. ഫീൽ ചെയ്യാൻ പറ്റണം. സ്വർഗസ്ഥനായ പിതാവേ. നമ്മളിങ്ങനെ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് ഓട്ടോ പൈലറ്റ് മോഡിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു വന്ന് ലോകമായ ലോകത്തുള്ള മനുഷ്യരോട് ഒരൊരാളോട് പോലും ക്ഷമിക്കാതെ വന്ന് കുർബാന കൊള്ളുന്നവരാണ് നമ്മൾ, ഞാനും നിങ്ങളുമൊക്കെ. നമ്മുടെ ആരാധന ഇങ്ങനെ മീനിങ്ലെസ് ആയി പോകുന്നതിൻ്റെ ക്രിട്ടിക്കലാവുകയല്ല കേട്ടോ. ഏതെങ്കിലുമൊക്കെ ഒരു പ്രാർത്ഥനയുടെ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു സംഭവമായി ഇങ്ങനെ ലോർഡ്സ് പ്രെയർ മാറിയിട്ടുണ്ട്. പറയാൻ പറ്റുന്ന ഇടങ്ങളിലൊക്കെ ഞാനിങ്ങനെ പറയും, അടുത്ത കൺവെൻഷനുകളിലൊക്കെ നിങ്ങളുടെ വിഷയം ഇതായിരിക്കണം, സ്വർഗസ്ഥനായ പിതാവേ. ഒബിയച്ചൻ്റെയൊക്കെ ഒരു പുസ്തകമുണ്ട് ഇപ്പം, ഈ സ്വർഗവാതിൽ പക്ഷി എന്നൊക്കെ പറഞ്ഞ്. അത്രയും ഡീപ്പാണ് ഇതിനകത്ത് ഓരോ ഈ 7 പെറ്റീഷനുകളും നമ്മുടെ ധ്യാനത്തിൻ്റെ ഭാഗമാക്കണം. മുമ്പോട്ട് പോകട്ടെ. എപ്പോഴാണ് യേശു ഇങ്ങനെ പറയുന്നത് നിങ്ങൾ ക്ഷമിക്കണമേ എന്ന്? എപ്പോഴാണ് പറയുന്നത്? ഈ റോമാ പട്ടാളക്കാർക്ക് വേണ്ടി അവർക്ക് വേണ്ടിയുള്ള നിയമാവലിയിൽ ഇങ്ങനെ നിഷ്കർഷിക്കുന്നുണ്ട്, നിങ്ങൾ ഈ കുറ്റവാളികളെ ശിക്ഷയ്ക്ക് വിധേയപ്പെടുത്തുമ്പോൾ അവരുടെ കണ്ണുകളിൽ നോക്കാൻ പാടില്ല. ലുക്ക് അറ്റ് ദ ഐസ്. എന്താ കാരണം?
ഈ അറിയാതെങ്ങാനും കരുണ തോന്നിപ്പോയാലോ? അങ്ങനെ കരുണയുടെ ലാഞ്ചന ഏതുമില്ലാതെ ഈ ലോഹഗോളങ്ങൾ പതിപ്പിച്ച ഇരുമ്പും തുകലുമൊക്കെ ചേർന്ന് ഈ ചാട്ടവാറ് കൊണ്ട് ഏറ്റവും കുറഞ്ഞ ഒരു 39 തവണ ഈ മനുഷ്യനെ ഇങ്ങനെ തലങ്ങും വിലങ്ങും തല്ലിയിട്ടുണ്ട്. ചോര വാർന്ന് നിൽക്കുന്നൊരു മനുഷ്യനാണ്. അതൊക്കെ പോട്ടെ, ഇങ്ങനെ യഹൂദന്മാരുടെ രാജാവെന്നൊക്കെ വിളിച്ച് മുഖത്ത് നോക്കി ഇങ്ങനെ അപമാനിച്ചുകൊണ്ടിരിക്കുക. അതും പോട്ടെ. ഞാൻ ഈ സുവിശേഷത്തിൽ ഈ പീഡാനുഭവവുമായി ബന്ധപ്പെട്ട് എനിക്കൊന്നും കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം, അവർ അവൻ്റെ മുഖത്ത് തുപ്പി എന്ന് പറയുന്നു. തുപ്പി. ചരിത്രമൊക്കെ ഒന്ന് പരിശോധിക്കാൻ ശ്രമിച്ചിട്ട് അങ്ങനെ ഒരു ശിക്ഷാരീതി ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയൊക്കെ അവർക്ക് സാധ്യമാവും. തുപ്പാനൊക്കെ പറ്റുമോ ഒരാളുടെ മുഖത്ത്? അങ്ങനെ ഒറ്റമുറിവായി നിൽക്കുന്ന, അപമാനിതനായി നിൽക്കുന്ന മനുഷ്യനാണ് പറയുന്നത് ഫൊർഗീവ്. കഴിഞ്ഞ ആഴ്ച ഒരു യൂത്ത് റിട്രീറ്റിലൊക്കെ ഇങ്ങനെ കുട്ടികളോടൊക്കെ ചേർന്നിട്ടൊരു ഗ്രൂപ്പ് ഡിസ്കഷനൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഹൗ ക്യാൻ യു ഫൊർഗീവ്, വാട്ട് ആർ ദ വേസ് ഇൻ വിച്ച് വി ക്യാൻ പ്രാക്ടീസ് ഫൊർഗീവ്നെസ്. അപ്പോൾ ഈ കൺക്ലൂഷൻ അത്ര ഒരു ഫുൾ ഫൊർഗീവ്നെസ് ഒന്നും പറ്റില്ല എന്ന്. പാർഷ്യൽ ഫൊർഗീവ്നെസ് ഒക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങും, പക്ഷെ ഫുൾ ഫൊർഗീവ്നെസ് പറ്റില്ല എന്ന്. ഇങ്ങനെ ഇത്രയും അപമാനിതനായി നിൽക്കുന്ന മനുഷ്യനാണ് പറയുന്നത് പൊറുക്കാൻ. എന്തിന് മാപ്പ് കൊടുക്കാനാണ് പറയുന്നത്? അജ്ഞതയ്ക്ക് മാപ്പ് കൊടുക്കാനാണ് പറയുന്നത്. എന്താ അതിൻ്റെ അർത്ഥം? ഒരല്പം തെളിച്ചം കിട്ടിയ ഒരു മനുഷ്യനും നമുക്കൊരു ദ്രോഹവും ചെയ്യില്ല. അതാ അതിൻ്റെ അർത്ഥം. എന്തെങ്കിലും ഒരു മനഃപൂർവ്വം ഒരാളും നമ്മളെ ദ്രോഹിക്കുന്നില്ല. ഇഗ്നറൻ്റ് ആണ് അവർ. ഇങ്ങനെ ഒരു ബുദ്ധിസ്റ്റ് മൊനാസ്ട്രിയുടെ വാതിക്കൽ ഇങ്ങനെ വളരെ ശ്രദ്ധാപൂർവം പരിപാലിച്ചിരുന്ന ഒരു ഗാർഡൻ ഉണ്ടായിരുന്നു, ഒരു ധ്യാനമുണ്ടായിരുന്നു. കൃത്യമായ ഡയറക്ഷൻസ് ഒക്കെ വെച്ചിട്ടുണ്ട്. നിങ്ങളിങ്ങനെ പൂ പറിക്കരുത്, പുൽത്തകടിയിൽ പ്രവേശിക്കരുത്, കൃത്യമായ ഡയറക്ഷൻസ്. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം ഒരു മനുഷ്യൻ ഇങ്ങനെ വന്ന് പുൽത്തകടിയും പൂക്കളും ഒക്കെ ചവിട്ടിമതിച്ച് ഇങ്ങനെ നടന്നു പോവുക. അപ്പോൾ എൻ്റെ ആബോട്ട് മഠാധിപതി ശിഷ്യന്മാരെ വിളിച്ചിട്ട് ഈ മനുഷ്യനെ പിടിച്ച് പുറത്താക്കി വാതിലടയ്ക്കാൻ ആവശ്യപ്പെടുന്നു. അവരിങ്ങനെ ഇയാളെ പിടിച്ച് പുറത്താക്കി വാതിലടയ്ക്കുമ്പോഴാണ് മനസ്സിലാക്കുന്നത് ഹി വാസ് ബ്ലൈൻഡ്. അന്ന് തുറന്നിട്ടതാണ് ആ മഠത്തിൻ്റെ വാതിലുകൾ, പിന്നെ ഒരിക്കലും അടഞ്ഞിട്ടില്ല. ഹി വാസ് ബ്ലൈൻഡ്. നമുക്ക് ആൽക്കഹോളിക്കായ ഒരു പിതാവ് ഉണ്ടായിരുന്നെങ്കിൽ, അബ്യൂസീവായൊരു ചൈൽഡ്ഹുഡ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഈ ചൊൽപ്പടിക്ക് നിൽക്കേണ്ടവളാണ് പങ്കാളി എന്നൊക്കെയുള്ള മൗഢ്യതയിൽ ഒരു കാലഘട്ടം മുഴുവൻ ജീവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, അമ്മായിമ്മയുടെയും മരുമക്കളുടെയും ഒക്കെ ഇങ്ങനെ പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ, forgive. They're blind. സംഭവം ഇങ്ങനെ ഉപാധികളില്ലാതെ മാപ്പ് ലഭിച്ചവരാ നമ്മൾ. ഇങ്ങനെ അൺകണ്ടീഷണലി ഇങ്ങനെ ഫൊർഗീവനാണ് നമ്മുടെ ഒരു പാപങ്ങളൊക്കെ. പക്ഷെ അതിൻ്റെ പേരിൽ അങ്ങനെ ഉപാധികളില്ലാതെ മാപ്പ് ലഭിച്ച നാം ഇങ്ങനെ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ശഠ്യം പിടിക്കുന്നവരാ. ഞാൻ കേട്ടിട്ടതിൽ വെച്ച് ഏറ്റവും വലിയ തമാശ എന്തെന്നറിയാമോ? ക്ഷമിക്കാം, പക്ഷെ മറക്കാൻ പറയരുത്. അങ്ങനെ ഒരു ക്ഷമയുണ്ടോ? ക്ഷമിക്കാം, പക്ഷെ മറക്കാൻ കഴിയില്ല. ഉപാധികളില്ലാതെ മാപ്പ് ലഭിച്ചു വരാം നമ്മൾ. ഈ ലൈഫ് ഹാപ്പിനെസ്സിൻ്റെ ഒരു രഹസ്യം പറയട്ടെ. ഡോണ്ട് ടേക്ക് യുവർ സെൽഫ് സോ സീരിയസ്. പീരിയഡ്. 30,000 ദിവസത്തെ ഒരു ചെറിയ കളി മാത്രമായി ജീവിതം. ഇന്നത്തെയൊക്കെ ഒരു അറ്റൻഷൻ സ്പാനിൻ്റെയൊക്കെ ഒരു സാധ്യത വെച്ച് പരിശോധിച്ചു കഴിഞ്ഞാൽ മരണം സംഭവിച്ച 3 ദിവസം പോലും ഇല്ല മെമ്മറിയിൽ. റിയാലിറ്റി. ഡോണ്ട് ടേക്ക് യുവർ സെൽഫ് സോ സീരിയസ്ലി. ഒരു പാരമ്പര്യമുണ്ട്, ഉയർത്തെഴുന്നേറ്റ ലാസർ പിന്നീട് ഒരിക്കലും ചിരി നിർത്തിയിട്ടില്ല എന്നൊരു പാരമ്പര്യം. എന്താ കാര്യം? ഈ മരണത്തിനും ജീവിതത്തിനും ഇടയിലുള്ള അതിൻ്റെ ഒരു പൊരുൾ തിരിച്ചറിഞ്ഞ ഒരു മനുഷ്യനെന്ന നിലയിൽ പിന്നീട് ഇങ്ങനെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ നാം ഈ കാട്ടിക്കൂട്ടുന്ന വെപ്രാളങ്ങളും വ്യാകുലതകളുമൊക്കെ കണ്ടിട്ട് അയാൾക്ക് ചിരി നിർത്താൻ പറ്റിയിട്ടില്ല അത്രേ. ഈ അപമാനത്തെയൊക്കെ കുറച്ചുകൂടെ ലൈറ്റായിട്ട് നമുക്ക് കാണാൻ പറ്റണം. ഒരു പഴംപൊരിയുടെ പേരിൽ ഇങ്ങനെ വളരെ എണ്ണം പറഞ്ഞൊരു മർത്തോമ ദേവാലയത്തിൽ ഇങ്ങനെ 2 പ്രബല വിഭാഗങ്ങളൊക്കെ ഉണ്ടായിട്ട് എനിക്കറിയാം. ഒട്ടും നമുക്കിങ്ങനെ നമ്മുടെ പേര് പറയുന്നില്ല, നമ്മളെ അയാളിങ്ങനെ നോക്കി നമ്മളെ അക്നോളജ് ചെയ്യുന്നില്ല.
എന്തോ ഒന്ന് പറഞ്ഞു. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുടെ പേരിൽ ഇങ്ങനെ കുർബാനയ്ക്ക് പോലും ഒരുമിച്ച് വന്നിരിക്കാൻ പറ്റാത്ത മനുഷ്യർ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യത്തെ ദിവസം കണ്ട ഒരു സംഭവമുണ്ട്. വാട്ട് ഈസ് എഡ്യൂക്കേഷൻ? ടു ബ്രിങ് ഔട്ട് ദ ബെസ്റ്റ് ഇൻ യു എന്നൊക്കെ ഉള്ളത്. നമ്മുടെ ഈ എല്ലാ പഠനങ്ങളും വെറുതെ ആയി പോകുന്നുണ്ട്. മുമ്പോട്ട് പോകേണ്ടതുണ്ട്. മാപ്പ് ലഭിക്കാത്തതായ ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? അത് നിലപാടില്ലായ്മയാണ്. നിലപാടില്ലായ്മ ഒരിക്കലും സ്വർഗം ആഗ്രഹിക്കുന്ന ഒരു നിലപാടല്ല. ഇങ്ങനെ ഗ്രീസിലെ ചെറുപ്പക്കാരെ, പഴയ സോക്രട്ടീസിനെയൊക്കെ പോലെ അവരെ ഇങ്ങനെ കൃത്യമായി ചിന്തിക്കുവാൻ, പുരോഗമനവാദികളായിട്ടൊക്കെ ചിന്തിക്കുവാൻ പ്രേരിപ്പിച്ച ഒരു ഗുരുനാഥനുണ്ടായിരുന്നു. അവിടുത്തെ ഭരണാധികാര വർഗം അയാളെ ഇങ്ങനെ കല്ലെറിഞ്ഞു കൊല്ലാൻ തീരുമാനിക്കുന്നു. വിധി നടപ്പാക്കേണ്ടുന്ന ദിവസം അടുക്കുകയാണ്. അപ്പോൾ അയാളുടെ പ്രിയപ്പെട്ട ഒരു ശിഷ്യൻ അല്ലെങ്കിൽ വല്ലാത്ത പ്രതിസന്ധിയില്ല. എല്ലാവരും ഇങ്ങനെ വന്ന് കല്ലെറിയണം. ഇങ്ങനെ കല്ലെറിഞ്ഞ് ഇനി നാളെ ഒരു ഗുരു ഇങ്ങനെ ഉണ്ടാവരുത്. അയാളുടെ പ്രതിസന്ധി ഇതാണ്: എനിക്ക് പ്രിയപ്പെട്ട എൻ്റെ ഗുരുനാഥനാണ്, എനിക്ക് കല്ലെറിയാൻ കഴിയില്ല. അതേസമയം ഞാൻ കല്ലെറിയാതെ അവിടെ പോകാതിരുന്നാൽ ഇങ്ങനെ ഭരണാധികാര വർഗത്തിൻ്റെ നോട്ടപ്പുള്ളിയാകും. എന്ത് ചെയ്യും? അയാൾ ഇങ്ങനെ ഒരു ഉപായം കണ്ടെത്തുകയാണ്. ഒരു പേപ്പറിൽ ഇങ്ങനെ കല്ലിൻ്റെ രൂപമൊക്കെ വരച്ചിട്ട് അതിനകത്ത് ഇങ്ങനെ പൂ നിറച്ച് എറിയാൻ തീരുമാനിക്കുന്നു. ഗുരുവിനെ പൂ എറിയുകയാണല്ലോ. വിധി നടപ്പാക്കുന്ന ദിവസമെത്തി. ഓരോരുത്തരായി ഇങ്ങനെ കല്ലെറിയുന്നു. ഇങ്ങനെ രക്തത്തിൽ കുളിഞ്ഞു നിൽക്കുന്ന മനുഷ്യനാ. അയാളിങ്ങനെ ചിരിച്ചുകൊണ്ട് അയാളുടെ വിധിയെ സ്വീകരിക്കുന്നത്. എന്നാൽ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ ഇങ്ങനെ വന്ന് ഈ കല്ലെന്ന രൂപേണ പൂവെറിഞ്ഞപ്പോൾ അയാളിങ്ങനെ പൊട്ടിക്കരയുക. എന്നിട്ടിങ്ങനെ പറഞ്ഞു, ഇപ്പോൾ എനിക്ക് നൊന്തു. ഈ കല്ലെറിയുന്നവനൊരു നിലപാടുണ്ട്, കല്ലെറിയാത്തവനൊരു നിലപാടുണ്ട്. അതിനിടയിൽ പെട്ടുപോകരുത്. കല്ലെറിയുന്നവനൊരു നിലപാടുണ്ട്, കല്ലെറിയാത്തവനൊരു നിലപാടുണ്ട്. പെട്ടുപോകരുത്. നെൽസൺ മണ്ടേല, as he was walking out of the Victor Verster prison after spending 27 years in jail, he said this to himself, and then as part of his autobiography: if I do not leave my bitterness behind, I'll continue to be a prisoner for the rest of my life. Leave your bitterness behind. Otherwise you'll continue to be a prisoner for the rest of life. ഈ നാം തന്നെ കെട്ടിപ്പൊക്കിയ ഒരു മതിൽക്കെട്ടിനുള്ളിൽ ഇങ്ങനെ ശ്വാസം കിട്ടാതെ വലഞ്ഞു പോകുന്ന മനുഷ്യരാണ് നമ്മൾ, അല്ലേ? 30 വർഷങ്ങൾക്ക് മുമ്പ് ഈ മണിപ്പൂരിന് സമാനമായ ഒരു വംശീയ കലാപമുണ്ടായി റുവാണ്ടയിൽ. ഇവിടെ ഇങ്ങനെ ഒരു 11 വയസ്സുകാരനായ ജീൻ ക്ലോഡ് എന്ന് പറയുന്ന ബാലൻ തൻ്റെ കൺമുമ്പിൽ വച്ച് തൻ്റെ അയൽവാസി തൻ്റെ പിതാവിനെ ഇങ്ങനെ തച്ചു കൊല്ലുന്നത് കാണേണ്ടി വരുന്ന ഒരു ബാല്യമാണ്. ഇതേ രീതിയിൽ തന്നെ തൻ്റെ സഹോദരിയും കൊല ചെയ്യപ്പെടുന്നു. ഈ ഒരു ആഘാതത്തിൽ ഇങ്ങനെ അമ്മ മാനസിക രോഗിയായി മാറുന്നു. റുവാണ്ടൻ പശ്ചാത്തലത്തിലൊക്കെ സ്വാഭാവികമായിട്ടും ഒരു ക്രിമിനലായി മാറേണ്ടുന്ന ഒരു ബാല്യം. ഇവിടെയാണ് യേശുവിൻ്റെ ക്ഷമിക്കുന്ന സ്നേഹം ഈ മനുഷ്യനെ ഇങ്ങനെ രൂപാന്തരപ്പെടുത്തുന്നുണ്ട്. പിന്നീട് വളർന്ന് വലുതാകുമ്പോൾ അയാളൊരു സോഷ്യൽ എൻ്റർപ്രൈസ് ആരംഭിക്കുകയാണ്, ബെസ്റ്റ് ഫാമിലീസ് റുവാണ്ട. ഇങ്ങനെ ബാല്യം നഷ്ടപ്പെട്ടു പോയ റുവാണ്ടൻ കുഞ്ഞുങ്ങളെ അവരെ ഇങ്ങനെ ചേർത്ത് നിർത്തുകയാണ് ജീൻ ക്ലോഡും അയാളുടെ പ്രസ്ഥാനം ബെസ്റ്റ് ഫാമിലീസ് റുവാണ്ടയും. ഏറ്റവും വലിയ കാര്യം എന്താണെന്നറിയാമോ? താനിങ്ങനെ ചേർത്ത് നിർത്തുന്ന ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽ തൻ്റെ പിതാവിനെ തച്ചുകൊന്ന മനുഷ്യൻ്റെ മകനും ഉണ്ടായിരിക്കണമെന്നുള്ളത് ദൈവനിയോഗമായിരിക്കാം. ചേർത്ത് നടത്തുക. 7-70 വട്ടം ക്ഷമിക്കുക എന്നതിൻ്റെ അർത്ഥം എന്താ? 7+70 ക്ലോസ് ആൻഡ് കണ്ടീഷൻസ് വെച്ചിട്ട് ഇങ്ങനെ ക്ഷമിക്കുക എന്നൊക്കെയാണോ? അത് 7x70 അത്രയും പ്രാവശ്യം ക്ഷമിക്കുക എന്നാണോ? മാപ്പൊരു സംസ്കാരമാക്കി മാറ്റുക എന്നുള്ളത്. മേക്ക് ഇറ്റ് എസ് കൾച്ചർ, മേക്ക് ഇറ്റ് എസ് എ ഡേ ടു ഡേ അഫെയർ. അതാണ് കോളിംഗ്. അടുത്തിടെ വായിച്ച ഏറ്റവും മനോഹരമായൊരു വായന ഇങ്ങനെയാണ്: പങ്കാളിയോട് അവിശ്വസ്തത കാട്ടുന്ന ഒരു ചെറുപ്പക്കാരൻ ഭയങ്കരമായൊരു മാനസിക പ്രതിസന്ധിയിലൂടെ അയാളിങ്ങനെ കടന്നു പോവുക. ഒടുവിൽ ഇങ്ങനെ എല്ലാ ധൈര്യവും സംഭരിച്ച് തൻ്റെ പങ്കാളിയോട് തൻ്റെ തെറ്റുകുറ്റങ്ങളൊക്കെ ഇയാളിങ്ങനെ ഏറ്റുപറയുമ്പോൾ സ്വാഭാവികമായിട്ടും അയാൾ പ്രതീക്ഷിക്കുന്ന കുറച്ച് റെസ്പോൺസസ് ഉണ്ടല്ലേ. ആ പെൺകുട്ടി എന്താ ചെയ്തെന്നറിയാമോ?
തലകൊമ്പിട്ട് നിൽക്കുന്ന തൻ്റെ ഭർത്താവിനെ ഇങ്ങനെ ചേർത്ത് നിർത്തി ചെവിയിലിങ്ങനെ മന്ത്രിക്കുക, ഞാൻ നിന്നോട് ക്ഷമിച്ചില്ലെങ്കിൽ പിന്നെ ആരാണ് നിന്നോട് ക്ഷമിക്കുക? പാർട്ട്ണർ. പഴയ നിയമത്തിൽ ഏറ്റവും അധികം സഹനാനുഭവങ്ങളിലൂടെ കടന്നുപോയ ആളാണ് ജോസഫ്. ഏറ്റവും അധികം. എന്നിട്ടും അയാളിങ്ങനെ തൻ്റെ സഹോദരന്മാരെ ഇങ്ങനെ കരയാൻ പോലും വിട്ടുകൊടുക്കുന്നില്ല. നിങ്ങളെന്നെ വിറ്റതല്ല, ദൈവം അയച്ചതാ, അങ്ങനെ അയാൾ പറയുന്നത്. അയാൾക്കൊരു മകൻ ജനിക്കുമ്പോൾ ഒരു പേരിടുന്നുണ്ട്, മനാസെ. എന്താർത്ഥം? നീ മറക്കണം. മനാസെ, നീ മറക്കണം. നമുക്കൊന്ന് ഫർഗീവ്നെസ്സിനെ ധ്യാനിക്കാം, കണ്ണുകളെ അടയ്ക്കാം. Let us commit to forgive and clear out our baggage with at least one person whom we haven't been able to forgive from a long time. Let us think of all the times we were forgiven wholeheartedly, even when we felt we did not deserve it. Lord, we thank them for their love and grace. We know there are people we need to forgive. Lord, you have given us the power, the freedom to let go of this baggage. Help us to choose to not carry this anymore. Lord, we think of your actions, forgiving the very people who chose your crucifixion, and the people who tortured and taunted you. Lord, help us to feel the freedom and weightlessness of letting go. Amen. ക്ഷമയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടി പറഞ്ഞ് മുമ്പോട്ട് പോകാമെന്നായിരിക്കുന്നു. ഒരു 88 കിലോ ഒക്കെയുള്ള ഒരു മനുഷ്യനെന്ന നിലയിൽ എൻ്റെ ആക്ച്വൽ വെയിറ്റ് എത്രയാണെന്നറിയോ? 888 kgs. 800 കിലോയുടെ അഡീഷണൽ ബാഗേജും ചുമന്ന് നമ്മളിങ്ങനെ നടക്കുന്നത്. അതിങ്ങനെ ഷെഡ് ചെയ്യാനുള്ള ക്ഷണമാണ് forgiveness. Live light. കാരണം ഫെദർ ലൈറ്റായിട്ട് ജീവിക്കാനുള്ള ക്ഷണമാണ് forgiveness. Fourth trait, faith. When we meditate on the trait of faith, I think we should start by thinking about the temple of God, our body. Jesus recognizes that our spiritual well-being and our physical well-being is interrelated. And we can see this through the numerous miraculous healing Jesus has performed during this short public life. He gave eyesight to the blind. He healed the bleeding woman, the leprosy. He even gave life back to Lazarus. 1 Corinthians chapter 3, verses 16-17. Don't you know that you yourself is God's temple and God's Spirit dwells in your midst? If anyone destroys God's temple, God will destroy that person, for God's temple is divine. When we enter a holy place, for example, when we enter the church, we show deference. We are mindful of what we wear, what we are supposed to talk, how we are supposed to behave.
because we are aware that we are in the midst of something divine. But the thing is that we constantly defile the most important temple of God, our body. This afternoon during the lunchtime, we were having this discussion about, ultra-processed foods. If we say that we are what we eat, what does it say about ourselves? A recent study states that, ultra-processed foods are addictive. And guess what? 73% of the total food supply in the United States comprises of these ultra-processed foods, despite being linked with obesity, cancer, diabetes, and the likes. We lay down our bodies when it is supposed to move. We don't give it enough rest when it deserves some rest. We eat mindlessly and then, still do not drink enough water. What I'm trying to say is, take this more seriously, because it is a temple of God. 1 Corinthians chapter 6:20. Honor your God with your body. When we are ready to suffer for Christ, when we are ready to be His disciple, we need to break and come out of your comfort zones. When we are saddled by the burdens of this world, remember Matthew chapter 11:28. Come to me, all who labor and are heavy laden, and I will give you rest. And this is about our body. What about our mind? Like how our body gives us signals from time to time when there is something that goes wrong, our mind also gives us signals, but we take it so light, we ignore it. It is very important to take care of our mind and body, because the interconnectedness of our mind and body is so powerful, as stated in what? Matthew chapter 17, verses 20. What is it? If you have faith as small as a mustard seed, you can say to this mountain, move from here to there, and it will move. It will move. ക്രിസ്തീയതയെ പറ്റിയുള്ള ഏറ്റവും വലിയ ആരോപണം എന്താണെന്നറിയാമോ? അവനിങ്ങനെ ലോകത്തെ കീഴ്മേൽ മറിച്ചു എന്നുള്ള. ഞാൻ പറയും, നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരം ഇതാണെന്ന്. ഈ സ്വയം വിശുദ്ധരെന്ന് അവകാശപ്പെടാവുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിട്ടാണ് നമ്മളിങ്ങനെ രംഗപ്രവേശം ചെയ്യുന്നത്. ഇന്നത്തെ നമ്മുടെ അവസ്ഥ എന്താ? ക്രിസ്ത്യാനി എന്നതിൻ്റെ പേരിൽ നമ്മളിങ്ങനെ ഒരു ട്രയൽ നേരിടുകയാണെങ്കിൽ, കോടതിയിലാണെങ്കിൽ, എവിഡൻസ് ഇല്ലാത്തതിൻ്റെ പേര് നമ്മളിങ്ങനെ വെറുതെ വിട്ടുകളയും. എന്ത് എവിഡൻസാ? ക്രിസ്തീയതയ്ക്കെതിരെ ഇത്രയധികം ശക്തമായി പ്രതിഷേധിച്ച, അല്ലെങ്കിൽ ഇങ്ങനെ കലഹിച്ച മറ്റൊരു ചിന്തകനില്ല, ഫ്രെഡറിക് നിഷെ പോലെ. അയാളുടെ ആരോപണം ഇതായിരുന്നു, ദ റിലീജിയൻ ഓഫ് കവേർഡ്സ്, ഭീരുക്കളുടെ മതം എന്നായിരുന്നു. എങ്ങനെയാ ഡിഫെൻഡ് ചെയ്യുക? ഒറ്റ വഴിയുള്ളൂ, നമ്മുടെ വിശ്വാസമല്ല, അവൻ്റെ വിശ്വാസമാണ് ധ്യാനിക്കേണ്ടത്. നമ്മൾ പലപ്പോഴും നമ്മുടെ വിശ്വാസം, ആ ഫെയ്ത്ത്, വാട്ട് വാസ് ഹിസ് ഫെയ്ത്ത് എന്നുള്ളതാണ് ചോദ്യം. അലക്സാണ്ടർ എന്ന ചെറുപ്പക്കാരൻ ലോകം മുഴുവൻ നേടിയതിന് ശേഷം അന്ത്യാഭിലാഷമായിട്ട് എന്താ പറയുന്നത്? എൻ്റെ ശവമഞ്ചത്തിന് വെളിയിലായി രണ്ട് കാര്യങ്ങളും ഇടണം, ലോകം അറിയണം. ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ച് അലക്സാണ്ടർ തിരികെ പോകുന്നത് വെറും കൈകളോടെയാണ്. 33 വയസ്സുള്ള മറ്റൊരു ചെറുപ്പക്കാരൻ, ഹോംലെസ്സായ ഒരു ചെറുപ്പക്കാരൻ, ലോകത്തൊന്നും നേടാത്ത ഒരു മനുഷ്യൻ, ഇങ്ങനെ മടങ്ങിപ്പോകുമ്പോൾ എന്താ പറഞ്ഞേ? തെത്തിലസ്തായി, നിവൃത്തിയായി. അതുകൊണ്ടാണ് പറഞ്ഞത്, എവിഡൻസ് ബേസ്ഡ് ആയിട്ടാണ് പറയുന്നത്. നമ്മുടെ വിശ്വാസമല്ല, അവൻ്റെ വിശ്വാസമാണ് ധ്യാനിക്കേണ്ടത്. അവളുടെ കണ്ണുനീരിങ്ങനെ പാദങ്ങളിൽ വീണപ്പോഴും, അവളെ തലമുടിയാൽ ഇങ്ങനെ തുടയ്ക്കപ്പെട്ടപ്പോഴും, ചുംബനത്താൽ മൂടപ്പെട്ടപ്പോഴും, തൈലക്കുപ്പിയാൽ അഭിഷേകം ചെയ്തപ്പോഴും ഒക്കെ അവളെ തൊടയാഞ്ഞത് മഹാപാപം എന്നവൻ്റെ കാലം ഇങ്ങനെ പെറുപുറത്തു. അവനിങ്ങനെ ചുങ്കക്കാരോടും പാപികളോടുമൊക്കെ ഭക്ഷണം കഴിക്കുന്നത് കൊടിയ പാപം. അതിനുശേഷം അവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നുവെന്ന് അവൻ്റെ പരിസരത്തിന് പിടുത്തം കിട്ടിയതേയില്ല. അങ്ങനെ മാത്രമല്ല, അവനിങ്ങനെ പൈത്യക്കാരൻ, ഇങ്ങനെ ഭ്രാന്തൻ എന്നെണ്ണിയ ഒരു കമ്മ്യൂണിറ്റിയാണ്. അവൻ്റെ കാലത്തിന് പിടുത്തം കിട്ടിയില്ല. പക്ഷെ ഇങ്ങനെ 2000 വർഷങ്ങൾക്കിപ്പുറം നമുക്ക് അവനെ പിടുത്തം കിട്ടുന്നുണ്ടോ?
അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എത്രയും ജഡ്ജ്മെൻ്റലായി ജീവിക്കാൻ കഴിയുക? Can we be so judgmental? ഗാന്ധിജി ഇങ്ങനെ പുഴയോരത്തിരിക്കുക, ഒരു പെൺകുട്ടി ഇങ്ങനെ പുഴയിൽ കുളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഏറെ നേരമായി ഈ പെൺകുട്ടി ഇങ്ങനെ പുഴയിൽ നിന്ന് കയറി വരുന്നില്ല. ഗാന്ധിജി അവർക്ക് വിളിച്ചു പറഞ്ഞു, ബേട്ടി, ഇനി നീ ഇങ്ങനെ പുഴയിൽ ഇങ്ങനെ കുളിച്ചുകൊണ്ട് നിന്ന് നിനക്ക് പനി പിടിക്കും, മറ്റെന്തെങ്കിലും രോഗങ്ങൾ പിടിപെടും, കയറി വരൂ. അപ്പോൾ പെൺകുട്ടി പറഞ്ഞു, ബാപ്പുജി, എനിക്കൊരൊറ്റ ചേലേ ഉള്ളൂ, അതിങ്ങനെ കഴുകി ഉണക്കാനിട്ടിരിക്കുക, അത് ഉണങ്ങിയതിന് ശേഷമേ എനിക്കിങ്ങനെ കയറി വരാൻ കഴിയുള്ളൂ. അന്ന് തൻ്റെ മേൽമുണ്ടിങ്ങനെ എടുത്ത് ഇങ്ങനെ പുഴയുടെ മുകളിലേക്ക് എറിഞ്ഞു കൊടുക്കുക മനുഷ്യൻ. പിന്നെ ഒരിക്കലും ഇങ്ങനെ മേൽവസ്ത്രം ധരിച്ചിട്ടില്ല. അതാണ് എൻ്റെ ചരിത്രം. ഈ തോട്ടികളെക്കാൾ അധമരായി ജീവിക്കുന്ന ഒരു ജനവിഭാഗമുണ്ട് ബീഹാറിൽ. മുസാറിസ് എന്നാണ്, റാറ്റ് ഈറ്റേഴ്സാണ്. ഇങ്ങനെ എലികളെ ചുട്ടുകൊന്ന് അത് ഭക്ഷിച്ച് ജീവിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി. ഇങ്ങനെ പലയിടത്തും പറയുന്നത് പോലെ അതിനകത്ത് എന്തെങ്കിലും ഈ പ്രോട്ടീൻ കണ്ടൻറ്റ് കൂടുതലുണ്ടായിട്ടൊന്നുമല്ല എലികളെ കഴിക്കുന്നത്. അതിനകത്ത് എന്തെങ്കിലും സ്പെഷ്യൽ ഡിഷായിട്ടൊന്നുമല്ല, വേറെ ചോയ്സുകളൊന്നുമില്ല. അതിൻ്റെ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിക്കും ജീവിക്കാൻ അവകാശമുണ്ടെന്ന് ഉറക്കെ പറഞ്ഞ് അവർക്കിടയിൽ ഇങ്ങനെ സൈക്കിൾ ചവിട്ടിയ ഒരു സ്ത്രീ ജീവിക്കുന്നുണ്ട് ഇന്നും, 75 വയസ്സിനിടയിലും. സിസ്റ്റർ സുധാ വർഗീസ്. കൊടിയ പീഡനങ്ങൾ, കേട്ടു നിൽക്കാത്ത പീഡനങ്ങൾ ആ സ്ത്രീ അനുഭവിച്ചിട്ടുണ്ട്, ശാരീരികവും മാനസികവുമായി. പങ്കുവെക്കാൻ പോലും പറ്റാത്ത പീഡനങ്ങൾ. എന്നിട്ട് ഇന്നും 75-ാമത്തെ വയസ്സിലും ആ സ്ത്രീ ഇങ്ങനെ അവരുടെ സൈക്കിൾ തീയതി ഇങ്ങനെ സൈക്കിൾ ചവിട്ടി നടക്കുക. ഭ്രാന്തായിരിക്കും അല്ലേ? ആദിവാസികളും മനുഷ്യരാണ്, അവർക്കും ജീവിക്കാൻ അവകാശമുണ്ട് എന്നൊക്കെ പ്രഖ്യാപിച്ച് അവർക്ക് വേണ്ടി ജീവിതം ഇങ്ങനെ ഒഴിഞ്ഞു വെക്കുക. മേഴ്സി എന്ന ദയാബായി ഇതാ പറയാൻ ശ്രമിക്കുന്നത്. നമ്മുടെ വിശ്വാസം നമ്മളെ വ്യത്യസ്തരാക്കുന്നില്ലെങ്കിൽ, ഇനി കണ്ണിൽ ഈറനണിയിക്കുന്നില്ലെങ്കിൽ, ഈ നീതിക്ക് വേണ്ടിയുള്ള മനുഷ്യരുടെ പോരാട്ടങ്ങൾ നമ്മളിങ്ങനെ ഭാഗമാകുന്നില്ലെങ്കിൽ, ഈ എത്തിയസ്റ്റുകളൊന്നുമല്ല ഈ ദൈവനിഷേധത്തിൽ ഏർപ്പെടുന്നത് നമ്മളാണ്. ഇങ്ങനെ ദൈവത്തെ അലങ്കാരമായി കൊണ്ട് നടക്കുന്ന നമ്മൾ. ഫ്രാൻസിസ് മുട്ടുമേനെന്ന് പ്രാർത്ഥിക്കുക, ദൈവമേ, ഞാൻ ഇനി എന്താ ചെയ്യണ്ടേ? കിട്ടുന്ന മറുപടി ഇങ്ങനെയാണ്, മുമ്പേ എൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. ഓരോ മനുഷ്യനും ഒരു ബ്ലൂ പ്രിൻ്റ് കരുതി വെച്ചിട്ടുണ്ട് ദൈവം. അത് തിരിച്ചറിഞ്ഞ് പരിപാലിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം കുറച്ചുകൂടെ സ്വസ്ഥവും സമാധാനപൂർണ്ണമാകുന്നത്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഉലഞ്ഞുകൊണ്ടേയിരിക്കും എപ്പോഴും. ഞാൻ വന്നത് ജീവൻ നൽകുവാനും ജീവൻ സമൃദ്ധിയായി നൽകുവാനുമാണ്. റോബിൻ ശർമ്മയുടെ 5 AM ക്ലബ് എന്നൊരു ബുക്കുണ്ട്. അതിനകത്ത് എഴുതപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെയാണ്: 30-ൽ മരിച്ച് 80-ൽ അടക്കപ്പെടുന്നവരാണ് നമ്മൾ. We die at 30, buried at 80. സുഭാഷ് ചന്ദ്രൻ്റെ ഒരു പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നത്, പൂർണ്ണ വളർച്ച എത്താതെ മരിച്ചു പോകുന്ന ഒരേ ഒരു ജീവി മനുഷ്യനാണ്. 40 കഴിഞ്ഞ ഒരു മനുഷ്യൻ്റെ ജീവിതം നിങ്ങളൊന്ന് എടുത്തു നോക്കിയേ. ഇങ്ങനെ ഓരോ ദിവസവും ഒരേ ദിവസം തന്നെ ഇങ്ങനെ 1000 വട്ടം ആവർത്തിച്ച് അതിനെ ഇങ്ങനെ ജീവിതമെന്ന് വിളിക്കുന്ന മൗഢ്യതയാണ് നമ്മുടേത്, അല്ലേ? എന്താ സംഭവിക്കുക 40 years കഴിയുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ? ഈ ലൈഫ് സ്റ്റൈൽ കുറച്ചൊന്ന് അപ്ഗ്രേഡ് ചെയ്യുന്നു, അതിനപ്പുറത്ത് ഒന്നും സംഭവിക്കുന്നില്ല. പഴയ കാറ് മാറി പുതിയൊരു കാറ് വാങ്ങുന്നു. പിന്നെ 5 വർഷത്തിന് മുമ്പ് ഇട്ടിരുന്ന ടൈൽസ് മാറി പുതിയ ടൈൽസ് ഇടുന്നു. സമയം കിട്ടുമ്പോൾ അല്ലെങ്കിൽ ബോറടിക്കുമ്പോൾ കുറച്ച് ഗാർഡനിങ് ഒക്കെ നടത്തുന്നു. കഴിഞ്ഞു. ഇങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അയാൾ ഇങ്ങനെ പറയുന്നത്, ഈ 30-ൽ നമ്മളിങ്ങനെ അവസാനിക്കുക, ബാക്കി ഇങ്ങനെയുള്ളത് ജീവശവങ്ങളെ പോലെ നടന്നു പോകുക എന്നുള്ള. എന്തായി ജീവിതം എന്നൊക്കെ പറയുന്നത്? വാട്ട് ഈസ് ലൈഫ്? വാട്ട് ഈസ് ലൈഫ്? I lived 100 years in this world and I call it as life. I'm the chief executive of the biggest business house in the state, and that's what you call it as life. I aced all the exams, all the competitive examinations, and you call it life? I crossed Pacific Ocean, great achievement, so what? That's life? What is life? One of the best definitions that I've come across about life is about becoming more and more of what one can be and what one must be.
by utilizing your possibilities and talents to the best possible. എബ്രഹാം മാസ്ലോയുടെയൊക്കെ വാക്കുകളിൽ ഇങ്ങനെ സെൽഫ് ആക്ച്വലൈസേഷൻ എന്നൊക്കെ പറയാം. ഇതൊക്കെ സയൻസ് അല്ലെങ്കിൽ സോഷ്യൽ സയൻസ്. യേശു ഇത് തന്നെയല്ലേ പറഞ്ഞേ? എക്സാക്ട്ലി ദ സെയിം. നിന്നെക്കുറിച്ച് ടാലൻസ്, പോസിബിലിറ്റീസ് ഏൽപ്പിച്ചിട്ടുണ്ട്. അതിങ്ങനെ 30, 60, 100 മേനി. കേൾക്കാനൊക്കെ നമുക്ക് ഇഷ്ടമാണ്. നമ്മുടെ ഒരു ടാലൻസിൻ്റെയും പോസിബിലിറ്റീസിൻ്റെയൊക്കെ ഒരു സ്കെയിലൊക്കെ ഒന്ന് എടുത്തേ. എനിക്കതിനകത്തുനിന്നൊരു ആ സ്കെയിൽ ഓഫ് 1 to 10 ഒരു 2 എന്നൊക്കെ പറയാൻ എനിക്ക് അസാധ്യമായ ധൈര്യം വേണം. Is this the best that I can ever do? I don't think so. ഇതെങ്ങനെയാണ് ഇത് പോസിബിൾ ആകുന്നത്? ഹൗ ഡു യു ഫൈൻഡ് ദ പർപ്പസ് ഓഫ് യുവർ എക്സിസ്റ്റൻസ്? By shutting down all your mindless distraction and spending time with Him. By connecting with God, and the password is prayer. Period. ഈ പ്രയർ എന്ന് പറയുമ്പോൾ ഉടനെ എനിക്ക് പ്രയറിനെ പറ്റി വലിയ പ്രതിസന്ധിയുണ്ട്. ചില സമയങ്ങളിലൊക്കെ ഞാൻ പ്രസംഗിക്കുന്നൊക്കെ ഒരാളായതുകൊണ്ട് ഒരു പ്രാർത്ഥനാ യോഗത്തിനൊക്കെ പോകുമ്പോൾ ഇങ്ങനെ അച്ഛന്മാർ പ്രാർത്ഥിക്കാൻ പറയും. എനിക്കറിയില്ല ശരിക്കും ഒരു കൺവെൻഷണൽ പ്രയർ നടത്താൻ, പ്രാർത്ഥിക്കാൻ. എൻ്റെ ഇപ്പോഴത്തെ വിശ്വാസം എന്ന് പറയുന്നത് ഈ പ്രാർത്ഥന എന്ന് പറയുന്ന അത്രയും ആഴത്തിൽ, അത്രയും ഡീപ്പായി അവനോടൊപ്പം ചെലവഴിക്കേണ്ടുന്ന പേഴ്സണൽ മൊമെൻറ്റ്സ് ആയിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ഐ സീരിയസ്ലി കനോട്ട്. ഇപ്പോൾ ഭാര്യയൊക്കെ അവസാനം പറഞ്ഞു തുടങ്ങി, നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു പ്രാർത്ഥന എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പഠിച്ചിട്ട് പോകും. പറ്റില്ല. അതിനകത്തൊരു തെറ്റുകുറ്റമോ ഒന്നും പറയുന്നല്ല കേട്ടോ. ഡോണ്ട് ഗെറ്റ് മീ റോങ്. എന്താ ഞാൻ ഈ പറയാൻ ശ്രമിക്കുന്നത് അറിയാമോ? നമ്മുടെ റിട്രീറ്റുകളൊന്നും എടുത്ത് നോക്കിയേ. എങ്ങനെയാണ് നമ്മുടെ ഒരു ക്രിസ്ത്യൻ റിട്രീറ്റ്, മാർത്തോമ റിട്രീറ്റുകൾ പോവുക? ഇറ്റ്സ് മോർ എ ഫെലോഷിപ്പ്. യു ലുക്ക് അറ്റ് അതർ കാത്തലിക് റിട്രീറ്റ്സോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും റിട്രീറ്റ്സ് ഒക്കെ എടുത്ത് നോക്കി. ഇറ്റ്സ് മോർ ഓഫ് സൈലൻറ്റ് റിട്രീറ്റ്സ്. അവനോടൊപ്പം ഇങ്ങനെ കണ്ണടച്ച് പ്രാർത്ഥിക്കുവാൻ, കണ്ണടച്ച് സമയം ചെലവഴിക്കാനുള്ളതാണ്. ഒരു 10 മിനിറ്റ് ഞാനിപ്പോൾ നിങ്ങളോട് കണ്ണടച്ചിരിക്കാൻ നമ്മളൊന്ന് ശ്രമിച്ചാലോ? വി ക്യാൻ നോട്ട്. നമ്മുടെ അപ്ബ്രിങ്ങിങ് എങ്ങനെയാണ്? കണ്ണടയ്ക്കാൻ നമുക്ക് പറ്റില്ല. നമ്മുടെ 1000 തോട്ട്സാണ് നമ്മുടെ മേളിലേക്ക് ഇങ്ങനെ വരുന്നത്. ഈ കോവിഡാനന്തര കാലത്തൊക്കെ ലോകം ഈ ഒരു കോൺസെപ്റ്റ് ഓഫ് മൈൻഡ്ഫുൾനെസ് ഇനി അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്തു തുടങ്ങി. യേശു 2000 വർഷം മുമ്പ് പറയാൻ ശ്രമിച്ചത് മൈൻഡ്ഫുൾനെസ്. വാട്ട് ഈസ് ഇറ്റ് ഓൾ അബൌട്ട്? ബീയിങ് ഇൻ ദ നൗ. What is mindfulness? Between a stimulus and response, there is a space. In that space lies our power to choose our response. In that response lies our freedom and growth. ഈ ഉദ്ദീപനത്തിനും പ്രതികരണത്തിനും ഇടയിൽ ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസിലാണ് നമ്മൾ നമ്മുടെ സ്പിരിച്വാലിറ്റിയുടെ ആദ്യപാഠങ്ങൾ പഠിക്കേണ്ടത്. ഈ ബുദ്ധ മതത്തിലെ ഏറ്റവും ദീപ്തമായ ചിന്തയാണ് സെൻ ചിന്തകൾ. അതിൻ്റെ ആദ്യ പാഠം എന്താണെന്നറിയാമോ? ആദ്യ പാഠം എന്ന് പറയുന്നത്, നിങ്ങൾക്കെതിരെ ഒരു ബുദ്ധൻ വരികയാണെങ്കിൽ ആ ബുദ്ധനെ നിങ്ങൾ കൊന്നുകളയണമെന്നാണ്. എന്താ അതിൻ്റെ അർത്ഥം? നിങ്ങൾക്കെതിരെ വരുന്ന ബുദ്ധൻ ഇങ്ങനെ ധൂപാർച്ചന നടത്തി, അയാൾക്കിങ്ങനെ താമര ഇതളുകൾ ഇട്ടുകൊടുത്ത് കീർത്തനങ്ങൾ പാടി നിൻ്റെ ഉള്ളിലെ ബുദ്ധനെ നീ അറിയാതെ പോകുന്നു. യേശു കണ്ണിലേക്ക് നോക്കി ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവരാജ്യം നിൻ്റെ ഉള്ളിലാണ്. ദൈവരാജ്യം നിൻ്റെ ഉള്ളിലാണ്. ഈ കണ്ണടച്ചിരിക്കാത്തിടത്തോളം കാലം ഈ ആഴത്തിലുള്ള ആത്മീയത നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റില്ല. യു ഷുഡ് ഫീൽ ഇറ്റ്. ഈ പോഡ്കാസ്റ്റുകളുടെ കാലം അത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉടനെ എവിടെയെങ്കിലും കിട്ടുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് കിട്ടുന്ന മോർണിംഗ് മെഡിറ്റേഷൻ നമ്മളിങ്ങനെ ഓൺ ചെയ്ത് വെക്കും. എന്നിട്ടിങ്ങനെ ദോശയും ചമ്മന്തിയും ചുടും. എന്നിങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ പോഡ്കാസ്റ്റുകൾ കേൾക്കുക. ക്യാപ്സ്യൂൾ പരുവത്തിലിങ്ങനെ ക്രൈസ്റ്റിനെ കിട്ടുമെന്നുള്ള. കമോൺ. ഒരു ഒറ്റ ചോദ്യം. ഒരു വെക്കേഷൻ ഇങ്ങനെ സൂട്ട് കേസൊക്കെ മര്യാദയ്ക്ക് പാക്ക് ചെയ്യണം, എയർപോർട്ടിലൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം എന്നുള്ളത് വിചാരിച്ച് നമ്മളിങ്ങനെ വെക്കേഷന് വേറെ ആരെങ്കിലും വിടുമോ? തായ് ഫുഡ് ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് ചവച്ചരച്ച് കഴിക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ച് വേറെ ആരെങ്കിലും വിളിച്ച് ചവച്ചരച്ച് കഴിക്കാൻ പറയുമോ? നമുക്ക് ക്യാപ്സ്യൂൾ പരുവത്തിൽ ആരെങ്കിലും തരട്ടെ, അത് ഞാനിങ്ങനെ കേട്ടുകൊണ്ടിരിക്കാം.
കണ്ണടച്ചിരിക്കാൻ പഠിക്കണം. അവന് വേണ്ടി ഒരു സമയം ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റണം. മറ്റെല്ലാത്തിനും ഐ എം നോട്ട് ബീങ് ക്രിട്ടിക്കൽ ഹിയർ. ഒരു സ്പേസ് ഉണ്ടാകണം. എത്ര നേരം ആ ധ്യാനിക്കേണ്ടതെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒരു കുട്ടി ഇങ്ങനെ എന്നോട് ചോദിച്ചു, ഇങ്ങനെ അത്രയേ ഉള്ളൂ, ഹൗ മച്ച് എവർ യു വാണ്ട്. ഡാൻ റച്ചർ മദർ തെരേസയോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, വാട്ട് യു പ്രേ ടു ഗോഡ്. ചെറു പുഞ്ചിരിയോടെ മദർ തെരേസ എന്താ മറുപടി പറയുന്നത് അറിയാം? ഐ ലിസൺ. വാട്ട് യു പ്രേ ടു ഗോഡ് എന്ന ചോദ്യത്തിന് അവരുടെ മറുപടിയാണ് ഐ ലിസൺ. When did you listen to God last? When did we talk to ourselves last? കുറച്ചുകൂടി ആത്മീയതയെ നിശബ്ദമായിരിക്കാനുള്ള ലക്ഷണമാണ്. ഈ കണ്ണടച്ചിരുന്ന നമുക്ക് ചെവിയൊന്ന് കൊടുത്താൽ നമ്മൾക്ക് ഈ പുൽക്കൂട്ടിലെ കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കാം. എന്താ അത് പറയുന്നത്? വേർഡ് ബിക്കെയിം ഫ്ലഷ്. നമുക്ക് ഈ വാക്കുകളെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ലവ്, കമ്പാഷൻ, ഫെയ്ത്ത്, ഫോർഗീവിങ് അൺകണ്ടീഷണലി. ഇതൊക്കെ എന്നാ നമ്മുടെ ഈ ലൈഫായി മാറുന്നത്? വേർഡ് ബിക്കെയിം ഫ്ലഷിൻ്റെ അർത്ഥം എന്നാ? ഈ വാക്കും പ്രവൃത്തിയും തമ്മിൽ ഉള്ള അന്തരത്തെ നമ്മളിങ്ങനെ മാറ്റുക എന്നുള്ള. മുതുകാട് സ്നേഹിതനാണ്. അയാളുടെ സൗഹൃദത്തെ പറ്റി ഇത്ര കാര്യമായിട്ട് പറയുന്ന അയാൾ സെലിബ്രിറ്റി ആയിട്ടൊന്നുമല്ല. ഇന്ന് ഇപ്പോൾ ഇങ്ങനെ 100-300 കുഞ്ഞുങ്ങളായിട്ട് ഇന്ത്യ മുഴുവൻ ചുറ്റാൻ പോയിരിക്കുക അയാളിങ്ങനെ. അവരിങ്ങനെ ചേർത്ത് നിർത്തിയിട്ട് അയാൾ പറയുന്നത് എന്താ? ഡിഫറെൻ്റ്ലി ഏബിൾഡായ 300 കുഞ്ഞുങ്ങളെ ചേർത്ത് നിർത്തി അയാൾ പറയുന്നത് അവരുടെ അച്ഛനാണ് ഞാനെന്നാ. അങ്ങനെ പറയാനുള്ളൊരു ചങ്കൂറ്റത്തോടുള്ളൊരു നല്ല നമസ്കാരം. വേർഡ് ബിക്കെയിം ഫ്ലഷ്. അഞ്ചപ്പത്തിൻ്റെ 5ാമത്തെ ഔട്ട്ലെറ്റ് സാധ്യമാകുന്നത് സജി എന്ന റാന്നിക്കാരനിലൂടെയാണ്. ഈ റാന്നി പട്ടണത്തിൻ്റെ നടുക്ക് അങ്ങാടിക്കവലയിൽ അയാളുടെ കുടുംബ വീട് ഇങ്ങനെ അഞ്ചപ്പത്തിന് തുറന്നു തരിക അയാൾ. മാത്രമല്ല അവിടെ ഒരു റെനോവേഷൻ പ്രോസസ്സിലൊന്നും ഒരു ക്വാളിറ്റി കോംപ്രമൈസും പാടില്ല എന്നൊക്കെ നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു. ഈ തേക്ക് കൊണ്ടൊക്കെയാണ് ഈ ഇരിപ്പിടങ്ങളുണ്ടാക്കുന്നത്. അപ്പൻ അന്നം വിളമ്പുന്നത് അത് അന്നദാനമായാലും ആദരവോടെ വിളമ്പണം എന്നുള്ള അയാളുടെ നിഷ്കർഷതയത്. വേർഡ് ബിക്കെയിം ഫ്ലാഷ്. ഡാനിയൽ തോമസ് എന്നൊരു അയൽവാസിയുണ്ട് എനിക്ക് ന്യൂയോർക്കിൽ. അയാളിങ്ങനെ ഒരു 4.5 വർഷമായിട്ട് ഇങ്ങനെ ബൈബിള് വെസ്റ്റേൺ കാലിഗ്രഫിയിൽ പകർത്തി എഴുതുക. നമുക്കറിയാം ഈ ബൈബിള് പകർത്തി എഴുതുന്നത് നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന സംഭവമൊന്നുമല്ല, ഞാനും അല്ല. പക്ഷേ ഓരോ അധ്യായവും 1189 അധ്യായങ്ങൾ, അതിലോരോ അധ്യായവും 40 ഡിഫറെൻറ്റ് വേർഷൻസ് ഓഫ് ബൈബിൾ റെഫർ ചെയ്തതിന് ശേഷം അതിലേറ്റവും ഹൃദ്യമായത് പകർത്തി എഴുതണമെങ്കിൽ, അതിനുവേണ്ടി വിവിധങ്ങളായ ഭാഷകൾ പഠിക്കണമെങ്കിൽ ഹീ ഈസ് ഇൻ ലവ് വിത്ത് ഹിം. അദമ്യമായ പ്രണയം വേണം, സ്നേഹമല്ല അതിലോ. ഹീ തേഴ്സ്റ്റ് ഫോർ ഹിം. ഡോക്ടർ റോബർട്ട് ചാൾസ് പ്രൗളിൻ്റെ ദ പ്രോമിസ് കീപ്പർ എന്ന പുസ്തകത്തെ ആധാരമാക്കിയാണ് പി ചാക്കോ അച്ഛൻ ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. അദ്ദേഹം R.C. സ്പ്രൗൾ എന്ന് പറയുന്നത് റിഫോം തിയോളജിയുടെ തലതൊട്ടപ്പന്മാരിലൊരാളാണ്. ഈ അത്ര ഈസിയായ റീഡിംഗ് ഒന്നുമല്ല അയാളുടെ തിയോളജി. അത് ആ പുസ്തകത്തിൻ്റെ ഒരു കോപ്പി പോലും കയ്യിലില്ലാതെ 94-ാമത്തെ വയസ്സിൽ 94 പേജുള്ള ഈ പുസ്തകം, യാദൃച്ഛികമായിരിക്കാം, 94-ാമത്തെ വയസ്സിൽ 94 പേജുള്ള ഈ പുസ്തകങ്ങൾ അച്ഛൻ എഴുതാൻ സാധിക്കുന്നുവെങ്കിൽ അത് അച്ഛൻ്റെ അഗാധമായ അറിവോ കഴിവോ പാണ്ഡിത്യമോ എന്നതിനപ്പുറത്തേക്ക് ഞാൻ പറയും ഗോഡ്സ് ഗ്രേസ്. അങ്ങനെ പറയാനാണ് എനിക്ക് ധൈര്യം. ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകുന്ന ഒരു വലിയ നല്ല ഓർമ്മയുള്ളൊന്ന് 3ാമത്തെ ഒരു പുസ്തകത്തിൻ്റെ എഴുത്തുപുരയിലൊക്കെ ആയിരുന്നു. പക്ഷെ ഒരു ധൈര്യം എനിക്കുണ്ടാവില്ല ഒരു പുസ്തകം റെഫർ ചെയ്യാതെ ഇങ്ങനൊരു സംഭവം എഴുതാൻ. അവൻ്റെ വിശ്വാസത്തോടുള്ള കൃത്യമായ വിശ്വസ്തതയുടെ ബാക്കി പത്രം അത്. യാദവ് എന്ന് പറയുന്ന ഒരു നോർത്ത് ഇന്ത്യൻ ഡോക്ടർ കൊല്ലം മെഡിക്കൽ കോളേജിൻ്റെ പാലിയേറ്റീവ് കെയറിൻ്റെ ചുമതലയേൽക്കുമ്പോൾ അയാളിങ്ങനെ സഹപ്രവർത്തകരായ കുറച്ച് മനുഷ്യരെ ചേർത്ത് നിർത്തി പറഞ്ഞു, ഇന്നു മുതൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം,
ഇവിടെ വരുന്ന പേഷ്യൻസ് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട കുറച്ച് മനുഷ്യരാണ്. അവരെ ഇനി മുതൽ നിങ്ങൾ പേഷ്യൻസായി കരുതരുത്. ദേ ആർ അവർ ഗസ്റ്റ്. നിങ്ങളുടെ വീട്ടിലൊരു ഗസ്റ്റ് വരികയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ സ്വീകരിക്കും? അതുപോലെ നിങ്ങൾ സ്വീകരിക്കണം. ഒരു ചിലവും ഉണ്ടായില്ലല്ലോ. സാമ്പത്തിക ചിലവുകളൊന്നുമില്ലാതെ നടന്ന ഈ ഒരു പ്രോസസ്സിൽ ആ ദിവസം മുതൽ അതിങ്ങനെ ഏറ്റെടുത്ത ആ സഹപ്രവർത്തകർ അവിടെ വരുന്ന ഓരോ മനുഷ്യരെയും ഇങ്ങനെ ഗസ്റ്റുകളായി സ്വീകരിക്കാൻ തുടങ്ങി. സമീപനത്തിലുണ്ടായൊരു ചെറിയ മാറ്റം, ആറ്റിറ്റ്യൂഡിലുണ്ടായ ചെറിയ ഡിഫറൻസ് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാക്കി എന്ന് അവിടെ വരുന്ന മനുഷ്യരിങ്ങനെ സാക്ഷ്യം പറയുന്നുണ്ട്. ഒരു കാര്യം കൂടി പറഞ്ഞവിടെ അവസാനിപ്പിക്കാം. എനിക്കൊരു സ്നേഹിതനുണ്ട്, കൃഷ്ണകുമാർ. കിടപ്പ് രോഗിയാണ്. 38 വർഷങ്ങളായി കിടപ്പ് രോഗിയാണ്. സ്പൈനൽ മസ്കുലർ അട്രോഫി എന്ന് പറയുന്ന രോഗം ബാധിതനായി കിടപ്പ് രോഗിയാണ്. അല്ലേ, കൃഷ്ണകുമാറിനെ നിങ്ങളൊന്ന് പരിചയപ്പെട്ടിരിക്കേണ്ട ഒരു മനുഷ്യനാണ്. നാക്കും വായും കൃഷ്ണമണിയും മാത്രം ചലിപ്പിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യൻ. ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ഇരിക്കും. ഈ ഒരു രോഗവുമായി ബന്ധപ്പെട്ട് മസ്കുലർ ഡിസ്ട്രോഫിയൊക്കെ ബാധിച്ചതുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങൾക്കറിയാം കൃത്യമായി. എന്നാൽ ഈ മനുഷ്യൻ ഇങ്ങനെ കേരളത്തിലെ 4-5 സ്നേഹിതരുടെ സഹായത്തോടു കൂടി കേരളത്തിലൊരു കാലത്ത് ഇങ്ങനെ കുട്ടികളുടെ ഇടയിൽ ആത്മഹത്യാ പ്രവണത വർദ്ധിച്ചു വരുന്ന സമയത്ത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇങ്ങനെ യാത്ര ചെയ്യുക, ക്യാമ്പസുകളിൽ, എന്നിട്ട് പറയാൻ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതാണ്. 15-നും 29-നും ഇടയിൽ പ്രായമുള്ള മനുഷ്യരുടെ ഇടയിലെ 4th മേജർ കോസ് ഓഫ് ഡെത്ത് ഈസ് സൂയിസൈഡ്. അവിടെയാണ് ഇങ്ങനെ കിടപ്പ് രോഗിയായ ഒരു മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, കേരളത്തിലെ 5000-ഓളം വരുന്ന സ്പൈനൽ മസ്കുലർ ഡിസ്ട്രോഫി ബാധിച്ചിട്ടുള്ള മനുഷ്യരുടെ, SMA ബാധിച്ചിട്ടുള്ള മനുഷ്യരുടെ SOS കോൾ കൂടിയാണ് ഈ മനുഷ്യൻ. ഏത് സമയത്തും നിങ്ങൾക്ക് അയാളെ വിളിക്കാം. മറുതരക്കിൽ അയാളുണ്ടാവും. എന്നിട്ട് പറയും, സാരമില്ല, വിൽ ഫൈൻഡ് എ വേ. I would say, word became flesh. ഞാൻ ആരാണെന്ന് നിങ്ങൾ കരുതുന്നു? യേശു ശിഷ്യന്മാരോട് ചോദിച്ച ചോദ്യം. ഈ രാത്രിയിൽ നമ്മളോട് ഈ ചോദ്യം ചോദിച്ചാൽ നമ്മൾ എന്തായിരിക്കും റെസ്പോണ്ട് ചെയ്യുക? Who is he for us? പത്രോസ് എന്താ മറുപടി പറഞ്ഞത്? നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മശിഹ ആകുന്നു. ആരാണ് മശിഹ? എൻ്റെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും, എൻ്റെ എല്ലാ പ്രതികൂലങ്ങളിൽ നിന്നും, എൻ്റെ എല്ലാ പ്രലോഭനങ്ങളിൽ നിന്നും, എൻ്റെ എല്ലാ സങ്കടങ്ങളിൽ നിന്നും, എല്ലാ നൊമ്പരങ്ങളിൽ നിന്നും എനിക്ക് എന്നെ ഇങ്ങനെ കുറുകെ കടക്കുവാൻ സഹായിക്കുന്നവൻ്റെ പേരാണ് മെസ്സയ്യ. Not our faith, but his faith. കണ്ണുകളടയ്ക്കാം. Lord, we are Christians gathered here today to empower our faith. Today, we proclaim our belief in the Almighty, the risen Lord, the Divine Spirit. Lord, this conviction is what fuels our hope and drives our days. As we proclaim our faith in words, Lord, help us to also proclaim our faith in action, to live each moment as a trusted disciple and a trusting follower. Let us practice chanting, all is well, for Christ is with us during our times of doubts and despair. All is well, for Christ is with us. Amen.
അഞ്ചാമത്തെ ട്രേറ്റ്, companionship. A recent study states that, I think it's from the Survey Center on American Lives, it states that friendship among the American youths have drastically reduced in the last decade or more. And as we rightly know that America is not alone in this increasing isolation. It's a global phenomenon across the world. World Health Organization has declared isolation as a public health concern. And it also states that the mortality impact of isolation equates to smoking 15 cigarettes a day. Why is this growing detachment from the social fabric? Why are we afraid of this interdependence, deeper connections, intimate relationships? I strongly believe it is after effect of a community that is walking away from spiritual relationships, and they no more understand, or they are not able to understand or relate to the whole concept of unconditional love. Unconditional love. That's the whole thing. We live in a world where we are drowning ourselves in this, endless consumption of data. We live in a world where we are with tantalizing distractions, as I said yesterday. It's so difficult for us to wean ourselves from this, superficial facets of social media. Like this old game Tetris, we are bombarded with data with increasing speed and vigor. The sad part is, like, most of it is being pushed to us manipulatively by the corporates. Our attention span has become a commodity that marketers buy and manipulate. As of 2023, 4.98 billion people are active on social media. And the media consumption in the United States has crossed 12 hours a day, which is like 2/3 of the waking hours. 12 hours a day, average media consumption. What is our defense mechanism? How do we fight this? The only way is this, by being mindful of what we read, what we see, and what we hear, and most importantly, whom we engage with. ആത്മാവിൽ തൊട്ട നല്ല സൗഹൃദങ്ങളിലേക്കുള്ള ക്ഷണമാണ് യേശു. From an individualistic existence to collective existence is what discipleship is all about. ഈ നിമിഷം ഇങ്ങനെ ലോകത്ത് 280 ദശലക്ഷം 280 million people ഇങ്ങനെ ഡിപ്രഷന് വിധേയപ്പെട്ടുള്ള മനുഷ്യരാണ്. 8 ഒരാളിങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള മാനസിക രോഗത്തിന് വിധേയപ്പെട്ടിട്ടുള്ളവരാ. Put together 970 million people as we speak going through some kind of other mental disorders. ലോക ജനസംഖ്യയുടെ ഒരു 40% അതിങ്ങനെ ഒരു തവണ അല്ലെങ്കിൽ ഒരു തവണയിലധികം ആങ്സൈറ്റി ഡിസോർഡറിലൂടെ കടന്നു പോകുന്നവരാണ്. ക്ലീഷേഡ് സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നല്ല. ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ ആപ്പ് 1 billion യൂസേഴ്സ് ഉണ്ട് അതിന്. അത് ടൈംസ് മാഗസിൻ്റെ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഏറ്റവും അധികം ഒരു മനുഷ്യൻ്റെ മാനസികാരോഗ്യത്തിന് ഹാനികരമായ സോഷ്യൽ മീഡിയ ആപ്പാണ് ഇൻസ്റ്റഗ്രാം. വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ഇറ്റ്? നമ്മൾ എന്തിനായിരിക്കും ഈ 2 മിനിറ്റ് കൂടുമ്പോൾ ഇങ്ങനെ ഫോണിങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുന്നത്? എന്തായിരിക്കും റീസൺ? Unfortunately, it has become another mental disorder. It's called FOMO, the fear of missing out. It's a fear of missing out. 10 പേരിൽ ഇങ്ങനെ 4 പേരിങ്ങനെ ഫിയർ ഓഫ് മിസ്സിങ് ഔട്ടിലാണ് ജീവിക്കുന്നതെന്നാണ് പുതിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. 4 out of 10. And FOMO leads you to depression. എന്താണ് ഡിസൈപ്പിൾഷിപ്പ്? The fear of missing out to the joy of missing out is discipleship. Fear of missing out to the joy of missing out. Individualistic existence to collective existence. John chapter 19 verses 26-27. സ്ത്രീയെ ഇതാ നിന്റെ
മകൻ ശിഷ്യനോട് ഇതാ നിൻ്റെ അമ്മ. ഏകാകികളായ രണ്ട് മനുഷ്യർ, അവരിങ്ങനെ ചേർത്ത് നിർത്തുക യേശു. Women, here is your son, and to the disciple, here is your mother. പേരിൻ്റെ വാലറ്റം നോക്കി നമ്മളിങ്ങനെ സൗഹൃദങ്ങൾ സ്ഥാപിക്കരുത്. ഒരു ചോദ്യം ചോദിച്ചോട്ടെ. നമ്മുടെ ഒരു ദേവാലയത്തിൽ ഒരാളൊരു പുതിയ കാർ വാങ്ങുന്നു. എങ്ങനെയായിരിക്കും നമ്മുടെ ഒരു റെസ്പോൺസ്? കൺഗ്രാറ്റുലേഷൻസ് അല്ലേ, നന്നായിരിക്കുന്നു. എന്തായിരിക്കും നമ്മുടെ ഉള്ളിലെ റെസ്പോൺസ്? ഓണസ്റ്റ്ലി സ്വതസിദ്ധമായൊരു ജലസി ഉണ്ടാവും. എന്നാൽ നമ്മുടെ ഈ ഒരു പുതിയ ജനറേഷനെ നമ്മളിങ്ങനെ എത്രയും ജഡ്ജ് ചെയ്യുന്നില്ലേ? They are like this, they are like that. Trust me, they are more ethical than us. Accept it. If they say congratulations, they mean it. They're truly happy for the other person. എന്തിനാ ഇത് പറഞ്ഞതെന്നറിയാമോ? നമ്മുടെ നാട്ടിൽ പണ്ട് ഒണീഡ ടി വി എന്ന് പറഞ്ഞ ടി വി ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? അല്ലേ? ഈ മാർക്കറ്റിംഗ് സ്പെഷ്യലൈസ് ചെയ്തിരുന്ന ആൾക്കാർക്കുള്ളൊരു പ്രധാനപ്പെട്ട കേസ് സ്റ്റഡി ആയിരുന്നു ഒണീഡ ടി വിയുടെ കേസ് സ്റ്റഡി. എന്താ റീസൺ എന്നറിയാമോ? ഒരു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റും ഇല്ലാതെ ഒരു ടാഗ് ലൈൻ്റെ പേരിൽ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബ്രാൻഡായി മാറിയിരുന്നു ഒണീഡ ടി വി. എന്തായിരുന്നു അത്? ഓണസ്റ്റ് പ്രൈഡ്, നെയ്ബേഴ്സ് envy. ഇൻട്രിൻസിക് ഗോൾസ് അല്ല, എക്സ്ട്രിൻസിക് ഗോൾസിൽ ജീവിക്കുന്നവരാണ് നമ്മൾ. മറ്റുള്ളവന് അസൂയ ഉണ്ടാക്കുന്ന ഒരു ജീവിതം നയിക്കാൻ വേണ്ടിയാണ് നമ്മൾ വീട് പോലും പണിയുന്നത്, നമ്മൾ കാർ വാങ്ങുന്നത്. പുത്തൻ തലമുറയെ നമ്മളിങ്ങനെ കണ്ടുപഠിക്കണം. They don't care. ആ നമ്മളാണിങ്ങനെ നമ്മുടെ ഈ പുതിയ തലമുറ ഇങ്ങനെ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തൊരു വിരോധാഭാസം എന്നറിയാം. സങ്കടമാണ് ഈ പുതിയ തലമുറയെ നമ്മളിങ്ങനെ, നമ്മളുടെ ജനറേഷൻ ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ കുറ്റം പറയുന്നത്. Trust me. If they say that they love, they love. They mean it. ഹിപ്പോക്രറ്റ്സ് അല്ല എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ഒരു 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 ക്വാളിറ്റിയായിട്ട് ഞാൻ കാണുന്നത്. യേശു, എനിക്ക് ഉപമകളിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഗുഡ് സമാരിറ്റൻ്റെ ഉപമയാണ്. എന്താ അതിൻ്റെ കാരണം എന്നറിയാമോ? അതിൻ്റെ മോറൽ സൈഡ് മാറ്റി വെച്ചാൽ പോലും, അതിൻ്റെ ഒരു മോറൽ ഓഫ് ദ സ്റ്റോറി മാറ്റി വെച്ചാൽ പോലും അതിലിങ്ങനെ 3 തരത്തിലുള്ള മനുഷ്യരെ കാണാം. ഇന്നത്തെ ഒരു ജനറേഷൻ്റെ, ഇന്നത്തെ നമ്മുടെ തലമുറയുടെ, ഇന്നത്തെ ലോകത്തിൻ്റെ ഒരു കൃത്യമായ ഒരു ഡൈസെക്ഷനാണ്. എന്തൊക്കെ തരത്തിലുള്ള മനുഷ്യരാണ്? ഒന്ന്, അപരൻ്റെത് അപഹരിക്കാൻ ശ്രമിക്കുന്ന മനുഷ്യർ, അല്ലേ? അപഹരിക്കുക എന്ന് പറയുന്നത് പണം മോഷ്ടിക്കുക എന്ന് മാത്രമല്ല, ഈ നേരത്തെ പറഞ്ഞൊരു സംഭവം കൂടിയാണ്. ഇങ്ങനെ അവൻ്റെ മനസ്സമാധാനം മോഷ്ടിക്കുക, അവൻ്റെത് ആഗ്രഹിക്കുക മനസ്സുകൊണ്ടെങ്കിലും. എങ്ങനെയാണ് ഈ അപഹാരം എന്ന് പറയുന്ന വാക്ക്? അതിനൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. രണ്ടാമത്തത്, നമ്മുടെ ഒരു ആരോ കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നത്, അമേരിക്കയിലൊക്കെ വന്നിട്ട് എന്നാ തോന്നുന്നേ, ഈസ് ദർ എ കൾച്ചറൽ ഡിഫറൻസ് എന്നൊക്കെയുള്ള ചോദ്യം വന്നപ്പോൾ എനിക്ക് തോന്നിയ ഏറ്റവും പ്രധാനപ്പെട്ടൊരു സംഭവം എന്ന് പറയുന്നത് ഈ രണ്ടാമത്തെ കാറ്റഗറി ഓഫ് ആൾക്കാരാണ്. എന്താ അത്? എനിക്കുള്ളതൊക്കെ എനിക്കും നിനക്കുള്ളതൊക്കെ നിനക്കുമെന്ന് ചിന്തിക്കുന്ന നിസ്സംഗമായൊരു തലമുറ. അവിടെ ഒരു ബൗണ്ടറി ഇത്രയും കൺഫൈൻ ചെയ്ത് വെച്ചിരിക്കുക. ഞാൻ, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, മാക്സിമം വന്നു കഴിഞ്ഞാൽ പിന്നെ വരുന്നത് വെച്ച് ഈ പള്ളിയിലൊക്കെ വരുന്ന 2-3 പേരെയും കൂടെ ചേർത്ത് നിർത്തിയ ഇത്രയുള്ള നമ്മുടെ ലോകം. അതിനപ്പുറത്തുള്ളത് എന്തും നമ്മുടെ ഒരു പ്രൈവസിയൊക്കെ ഇങ്ങനെ ഇൻട്രൂഡ് ചെയ്യുന്നു എന്നൊക്കെ ഒരു ധാരണയിൽ നമ്മൾ ജീവിക്കുന്നത്. രണ്ടാമത്തെ തരത്തിലുള്ള ആൾക്കാരാണ്. എനിക്കുള്ളതൊക്കെ എനിക്ക്, നിനക്കുള്ളതൊക്കെ നിനക്ക്. ഐ ഡോണ്ട് കെയർ. ഐ എം നോട്ട് ഗെറ്റിംഗ് ഇൻ ടു യുവർ സ്പേസ്. ഡോണ്ട് ഗെറ്റ് ഇൻ ടു മൈ സ്പേസ്. ഓക്കെ ഹിയർ. നിസ്സംഗമായ തലമുറ. എന്തുകൊണ്ടാണ് ഈ ഗുഡ് സമാരിറ്റൻ ഇത്രയധികം പ്രിയപ്പെട്ട കമ്പാഷൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിളായിട്ടൊക്കെ ലോകം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഈ മൂന്നാമത്തെ മനുഷ്യൻ കാരണമാണ്. അത്തരം മനുഷ്യരെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ നമുക്കങ്ങനെ ആവാൻ പറ്റില്ല. നമുക്ക് മദർ തെരേസ ഇഷ്ടമാണ്, ഗാന്ധിജി ഇഷ്ടമാണ്, നമുക്ക് പറ്റില്ല. എന്താണ് ഈ മൂന്നാമത്തെ തരം മനുഷ്യർ? എനിക്ക് പ്രിയപ്പെട്ടതൊക്കെയും ഒരു സങ്കോചമില്ലാതെ പകുത്തു നൽകാൻ നൽകുന്ന ആർദ്രതയുടെ മുഖമാണ് അത്, കമ്പാഷൻ്റെ മുഖം. നമ്മൾ ഈ സൗഹൃദങ്ങൾ പോലും ഇനി റിട്ടയർമെൻറ്റിന് ശേഷം
കാത്തു പരിപാലിച്ചാൽ മതിയെന്ന് ചിന്തിക്കുന്ന മനുഷ്യരാണ് നമ്മൾ, അല്ലേ? നമുക്ക് പ്രിയപ്പെട്ട പഴയ ക്ലാസ്മേറ്റ്സിനെയൊക്കെ എന്നാണ് ഇനി കണക്ട് ചെയ്യാൻ വെക്കുന്നത്? ആഫ്റ്റർ റിട്ടയർമെൻറ്റ്. ബന്ധുക്കളെ കണക്ട് ചെയ്യാൻ വെക്കുന്നത് എന്നാണ്? ആഫ്റ്റർ റിട്ടയർമെൻറ്റ്. എന്താണ് എക്സ്ക്യൂസ്? രാവിലെ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം തിരിച്ചു വന്നാൽ പിന്നെ എനിക്കൊന്നിനും സമയമില്ല. അതാണ് എക്സ്ക്യൂസ്. കാലം നമുക്ക് വേണ്ടി കാത്തിരിക്കും, മറ്റുള്ളവരും നമുക്ക് വേണ്ടി കാത്തിരിക്കുമെന്ന് മൗഢ്യതയിൽ ജീവിക്കല്ലേ. ഉത്തരവാദിത്തങ്ങൾ നാളേക്ക് മാറ്റിവെക്കേണ്ടതല്ല. ഈ ഒരു സെക്കൻഡിൻ്റെ പേരിൽ ഇങ്ങനെ സ്വർണം നഷ്ടപ്പെടുന്ന ഒരു ഓട്ടക്കാരനോട് നിങ്ങൾക്ക് ചോദിച്ചാൽ അറിയാം. കേട്ടിട്ടുള്ളതാണെന്ന് എനിക്കറിയാം. ഒരു മിനിറ്റിൻ്റെ പേരിൽ ഇങ്ങനെ ട്രെയിൻ നഷ്ടപ്പെടുന്ന, നിങ്ങൾക്കിതൊരു പക്ഷേ പരിചയം ഉണ്ടാവില്ല. ഞാനിങ്ങനെ കൃത്യമായിട്ട് ഒരൊറ്റ മിനിറ്റിൻ്റെ വ്യത്യാസത്തിൽ ഇങ്ങനെ ട്രെയിൻ നഷ്ടപ്പെടുകയും കിട്ടുകയൊക്കെ ചെയ്യുന്ന ഡെയിലി പോകുന്ന ഒരു യാത്രക്കാരനാണ് ന്യൂയോർക്ക് നഗരവുമായി ബന്ധപ്പെട്ട്. ഒറ്റ മിനിറ്റിൻ്റെ ഒരു ഡിഫറൻസിൽ ബാക്കിയുള്ള കണക്റ്റിംഗ് ട്രെയിൻസ് എല്ലാം പോവുകയും ചെയ്യും. കൃത്യമായ സമയത്ത് ഈ ചെക്ക് ഇൻ ചെയ്യാൻ പറ്റാതെ ഇരിക്കും നേരത്തേക്കുള്ള ജോലിയുടെ റോളുകൾ. അങ്ങനെ യാത്രക്കാരനോട് ചോദിച്ചാൽ അറിയാം ഈ ഒരു മിനിറ്റിൻ്റെ ഡിഫറൻസ്. ഈ മാസം തികയാതെ കുഞ്ഞിനെ പ്രസവിച്ച ഒരു അമ്മയോട് ചോദിച്ചാൽ അറിയാം ഈ മന്തിൻ്റെയൊക്കെ ഒരു വാല്യൂ. ഇവിടെ വലിയ പരിചിതമല്ലെങ്കിലും ഇങ്ങനെ ഒരു പരീക്ഷയിലൊക്കെ തോറ്റിട്ട് ഒരു വർഷം നഷ്ടപ്പെട്ട ഒരു വിദ്യാർത്ഥിയോട് ചോദിച്ചാൽ അറിയാം ഈ ഇയറിൻ്റെ വാല്യൂ എന്താണ്. ഡോണ്ട് കീപ് എനിത്തിങ് ഫോർ ടുമോറോ. ലോകത്തിലെ ഏറ്റവും ദൃഢമായ ബന്ധം ആർക്കിടയിലാണെന്നറിയാമോ? ഇങ്ങനെ പറയപ്പെടുന്നത് ഈ ട്രെക്കിങ്ങിന് പോകുന്ന മനുഷ്യരുടെ ഇടയിലാണ്. എന്താ അതിൻ്റെ കാരണം? ഒരാളുടെ ആവേശം മറ്റൊരാൾക്ക് ഊർജമായി മാറും. ഒരാളുടെ അലസത മറ്റുള്ളവർ മടുപ്പുണ്ടാക്കും. ഒരാളുടെ കാലൊന്ന് തെന്നിയാൽ എല്ലാവരുടെയും ഉള്ള ഒന്ന് കാളും, അല്ലേ? ഈ കോൺഗ്രിഗേഷനിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്താ? ഇങ്ങനെ ട്രെക്കിങ്ങിന് പോകുന്ന മനുഷ്യരുടെ ഇടയിലുള്ള ബന്ധം പോലെയാണ്. 2 ആഴ്ചയ്ക്ക് മുമ്പ് ഇങ്ങനെ ഇൻഡ്യാനാപോളിസിലായിരുന്നു ഒരു ചെറിയ കോൺഗ്രിഗേഷൻ. ഇപ്പം പാരിഷാണ് കോൺഗ്രിഗേഷൻ. ഒരു 10-30 വീടുകൾ. അവരിൽ എത്ര ആഴത്തിൽ അവർ റിലേഷൻഷിപ്പ് എന്നറിയാം. ഇങ്ങനെ ഒരു പാരിഷിൽ ഇത്രയും വർഷത്തിനിടയ്ക്ക് ഞാൻ ഇത്രയും ഡീപ്പായ ഒരു കണക്റ്റ് എങ്ങും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അച്ഛൻ്റെ ഒരു വലിയ പ്രയാസം ഉണ്ടായിരുന്നു. ഇങ്ങനെ ചെറിയ കോൺഗ്രിഗേഷനാണ്, ചെറിയ ഗ്രൂപ്പാണെന്ന്. അവിടെ ഇങ്ങനെ കൺക്ലൂഡിങ് സെഷനിൽ ഞാൻ പറഞ്ഞു എൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥന ഈ പാരിഷ് ഇങ്ങനെ വളരരുതേ എന്നുള്ളതാണ്. നിങ്ങൾ വിശ്വസിക്കുമോ? എൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ അച്ഛനൊരു പ്രാർത്ഥനാ റിക്വസ്റ്റ് പറയുകയാണ്. ഇങ്ങനെ ജോയി എന്ന് പറയുന്ന ഒരാളുടെ, ഞാൻ പേര് കറക്റ്റായിട്ടല്ല പറയുന്നത്, മദർ ഇൻ ലോയ്ക്ക് സീരിയസ് ആണ്. യു വോണ്ട് ബിലീവ്, എൻ്റെ തൊട്ടടുത്തിരുന്ന 2 മനുഷ്യർ, 2 മർത്തോമാക്കാർ അയ്യോ എന്ന് പറഞ്ഞിങ്ങനെ തലകുമ്പിട്ട് പ്രാർത്ഥിക്കുക. ഇറ്റ് വാസ് സംതിങ് വെരി സ്ട്രേഞ്ച് ഫോർ മീ. എല്ലാവരും നമ്മൾ പ്രാർത്ഥിക്കുകയൊന്നും ചെയ്യില്ല എന്നല്ല ഞാൻ പറയുന്നത്. അതിനകത്ത് എൻ്റെ പ്രശ്നമാണെന്നുള്ള രീതിയിൽ പ്രാർത്ഥിക്കുക. സോ അൺബിലീവബിൾ. അന്നേരം ഞാനിങ്ങനെ ഇവരെ കുറച്ചുകൂടെ സാധാരണ ഇതിൽ അത്രയും എൻഗേജ് ചെയ്യാറില്ല. അപ്പോഴാണ് മനസ്സിലാക്കുന്നത് അവിടുത്തെ സ്ത്രീകളുടെ ഇടയിൽ അത്രയും ഡീപ്പായ ഒരു രഹസ്യം പോലും ഇല്ലാതെ അവരിങ്ങനെ ചേർന്ന് അവരുടെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയും പരസ്പരം പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയുണ്ട്. എന്താവശ്യങ്ങൾക്കും ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു 10-25 പുരുഷന്മാരുണ്ട്. ലൈക്ക് എ ഫാമിലി. ട്രെക്കിങ്ങിന് പോകുന്ന മനുഷ്യരുടെ ആത്മബന്ധം ഉണ്ടാകണം ഈ ഇടവകയിൽ. സെയിൻറ്റ് ജോൺസിൽ നിന്നൊക്കെ ഞാൻ വരുന്നത്. ഒരു 2-2.5 മാസമായിട്ടുണ്ട് ഞാനവിടെ പോയിട്ടിപ്പോൾ. ഇങ്ങനെ യാത്രകളിലാണ്. ഒരു മനുഷ്യൻ പോലും ഇന്നുവരെ ചോദിച്ചിട്ടില്ല എവിടെയാണെന്ന്. അത് സെയിൻറ്റ് ജോൺസിൻ്റെ പ്രശ്നമായിട്ടൊന്നല്ല, ആ പള്ളിയുടെ പ്രശ്നമല്ല. എല്ലാം നല്ല മനുഷ്യരാണ്, നോ ഡൗട്ട്സ്, some of the finest people. The thing is that it's such a huge parish, big parish. എന്താ ഈ പാരിഷ് എന്നൊക്കെ പറയുന്നത്? ഞാൻ ഇന്നലെ സൂചിപ്പിച്ചു എന്നാണ് എൻ്റെ ഒരു ധാരണ. ഈ മിഷൻ ഓഫ് ദ ചേർച്ച് ഈസ് ഈ പരിക്കേറ്റ മനുഷ്യരെ ചേർത്ത് നിർത്തുന്ന ഇടമാണ് പാരിഷ്. ഇങ്ങനെ ഐസൊലേറ്റഡായ മനുഷ്യരെ ഇങ്ങനെ ചേർത്ത് നിർത്തുന്ന ഇടമാണ്. മറ്റുള്ളവൻ്റെ വേദന എൻ്റെ സ്വന്തം വേദനയാക്കി മാറ്റുന്നില്ല എങ്കിൽ എന്താ ഈ കോൺഗ്രിഗേഷൻ്റെ വാല്യൂ? As Christians, I can safely assume that every one of you who are sitting here, including us, we have our individual faith in Christ. But what do we expect as a congregation?
It is a collective faith that matters. And it is that collective faith that is, ended up having this paralyzed man healed by Jesus. The collective faith of his friends. That's important. മെർലിൻ മൺറോ അറിയുമല്ലോ അല്ലേ? മെർലിൻ മൺറോയുടെ മരണചിത്രത്തിന് ശ്രദ്ധിച്ചിട്ടുള്ളവരോ അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയിട്ടുള്ളവർക്കൊക്കെ അറിയാം. ഇവിടെ ഇങ്ങനെ ഊർന്നു വീണ ഒരു റിസീവറുണ്ട് ആ ചിത്രത്തിൻ്റെ ബാക്സിൽ. ഇൻ്റർപ്രറ്റ് ചെയ്യപ്പെടുന്നത് ഇങ്ങനെയാണ്: ആരെയോ ഒന്ന് വിളിക്കാനായിട്ട് ശ്രമിച്ചു, കിട്ടുന്നുണ്ടായിരുന്നില്ല. മറുപുറത്തൊരു പക്ഷേ ഒരാൾ ഫോൺ എടുക്കാനുണ്ടായിരുന്നെങ്കിൽ അവരുടെ വിധി മറ്റൊന്നായി മാറിയനെ. കാലിഫോർണിയയിലെ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജിനോട് ചേർന്നൊരു അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കണ്ടെത്തിയ ഒരു ആത്മഹത്യാക്കുറിപ്പ് ഇങ്ങനെയാണ്: ഐ എം ഗോയിങ് ടു വാക്ക് ഡൗൺ ദിസ് ബ്രിഡ്ജ്. ദർ ഇസ് വൺ പേഴ്സൺ ഹു ഈസ് ഗോയിങ് ടു സ്മൈൽ അറ്റ് മീ. ഐ വോണ്ട് ജംപ്. അപ്പനൊരു ചിരി കൊടുക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഇങ്ങനെ നിസ്സംഗമായി പോയിട്ടുണ്ട്. നമ്മളിലേക്ക് തന്നെ ഇങ്ങനെ കൺഫൈൻ ചെയ്തു പോയിട്ടുണ്ട്. കണ്ടാൽ പരിചയമില്ലാത്തൊരു മനുഷ്യനെ നോക്കി നമുക്ക് എപ്പോഴും ചിരിക്കാൻ ധൈര്യമുണ്ടോ? ദേവലോകത്ത് വീടുണ്ടായിരുന്ന ഒരു സ്ത്രീ, അവളിങ്ങനെ ഭൂമിയിലുള്ളൊരു ചെറുപ്പക്കാരനുമായി പ്രണയത്തിലാവുക. ഒടുവിൽ അവരിങ്ങനെ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നു. അപ്പോൾ ഈ പെൺകുട്ടി ദേവലോകം വിട്ട് ഭൂമിയിലേക്ക് വരുന്നു. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അവളുടെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത്, സ്നേഹിത ഇങ്ങനെ ഒരു ചെപ്പ് അവളെ ഏൽപ്പിക്കുന്നു, അവളുടെ സമ്മാനമായി. അവളിങ്ങനെ ഭൂമിയിലേക്ക് വരുമ്പോൾ അവളുടെ ഭർത്താവിനോട് പറഞ്ഞു, ഇതെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്, ഇത് നമ്മുടെ വീടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് ഇങ്ങനെ വെക്കണം. ഇറ്റ്സ് സോ പ്രഷ്യസ് ടു മീ. നാളുകളേറെ കഴിഞ്ഞു. സ്വാഭാവികമായും മറ്റു എല്ലാ ബന്ധങ്ങളിലും ഉണ്ടാകുന്ന ഒരു മടുപ്പ് ഇവരുടെ ജീവിതത്തിലുണ്ടാകുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഇങ്ങനെ വല്ലാത്തൊരു പ്രതിസന്ധി ഉണ്ടാകുന്ന ദിവസം ഇങ്ങനെ വളരെ രോഷാകുലനായ ചെറുപ്പക്കാരൻ ഇങ്ങനെ വന്നിട്ട് ഈ ചെപ്പ് തുറന്നു നോക്കുക. തുറന്നു നോക്കുമ്പോൾ എന്താണ് അതിനുള്ളിൽ? ഒന്നുമില്ല, ശൂന്യതയായിരുന്നു. അയാളുടെ ദേഷ്യം ഇങ്ങനെ വല്ലാണ്ട് ഇരട്ടിച്ച് ഈ സ്ത്രീയെ ഇങ്ങനെ വിളിക്കുന്നു, നീ ഇത്രയും നാൾ എന്നെ ഇങ്ങനെ പറ്റിക്കുകയായിരുന്നു അല്ലേ? എന്താ കാര്യം? ഇതിനകത്തൊന്നുമില്ലല്ലോ. ഇങ്ങനെ വല്ലാതെ വേദനിച്ച് പെൺകുട്ടി മറുപടി പറയുന്നത് എങ്ങനെയാണ്? നിനക്കറിയില്ലേ ഞാനിങ്ങനെ ദേവലോകത്തു നിന്നാണ് വരുന്നതെന്ന്? മേഘവീടുകളുണ്ടാണ് ഞങ്ങളുടെ വീടുകളുണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ വീടിൻ്റെ ഒരു ചെറിയ പോർഷൻ എടുത്ത് ഈ ചെപ്പിലാക്കി എൻ്റെ കൂട്ടുകാരി എന്നെ ഏൽപ്പിച്ചതാണ്. എന്നിട്ട് ഈ പെൺകുട്ടി ഇങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്: എന്നു മുതലാണ് എൻ്റെ ആകാശം നിനക്ക് ശൂന്യതയായി മാറിയത്? എന്നു മുതലാണ് എൻ്റെ ആകാശം നിനക്ക് ശൂന്യതയായി മാറിയത്? നമ്മുടെ ഓരോ ബന്ധങ്ങളിലും ചോദിക്കേണ്ട ഒരു ചോദ്യം ഇതാണ്. കണ്ണുകളെ അടയ്ക്കാം. Lord, we pray for the people who are living in isolation, our family members, friends, neighbors, people who have no one to reach out to and no one who will inquire after them. Lord, we remember the soul-shattering isolation we felt during the pandemic. Lord, let us never be so caught up in the busyness of life and we become unaware of the people who long for our attention and love. Lord, help us to be a willing listener, spending quality time listening, talking, and connecting with at least one person who needs our companionship. To hear their stories and share their life moments with us. Lord, today
we may make a promise right here, right now, to offer as tithe our time as well. അടുത്തിരിക്കുന്ന ആളുടെ കൈകളൊന്ന് ചേർത്ത് പിടിക്കാം. Let us join hands with the person beside us, allowing our energy, our love, and respect to flow through. As we unite in spirit, repeat this prayer with me. May the Father Almighty bless us with the grace to deepen our faith. May the Son Jesus Christ guide us into His divine kingdom. And may the Holy Spirit fill our hearts and minds with love and hope. Amen.